ഗുഡ് ഈവനിങ് എവറി വൺ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടി എന്ന് പറയാൻ കാരണം പുതിയ 2 കോഴ്സുകൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ കുഞ്ഞുമക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു സെർട്ടൻ ഏജ് ആൾക്കാർ, ഒരു 15 വയസ്സിന് മുമ്പ് 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അടുത്ത കാലത്ത്. പലരും അമ്മമാർ വഴിയും ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചില ആൾക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അപ്പോൾ ഇതിനൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച് കുറേ അവരോട് സംസാരിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് കുറേ മാസങ്ങളായി. കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബാരിയേഴ്സ് അല്ലെ സ്മോൾ ബാരിയേഴ്സ് എന്നുള്ള 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ അവരോട് സംസാരിക്കാനും അതിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ നമ്മുടെ സ്മോൾ വാരിയേഴ്സ്, അതായത് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ, 13 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്കങ്ങനെ എല്ലാ ദിവസവും ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എടുത്ത ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി, അവർ നല്ല സ്മാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പുഴകളും എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളും തോടുകളും കുളങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി അക്സെപ്റ്റൻസാണ്. മറ്റുള്ളവർക്ക് അത് അത്ര കണ്ട് പറ്റില്ല എന്ന് മനസ്സിലാവുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അതിയായ മോഹം. അങ്ങനെയാണ് ഞാൻ ന്യൂറോ സയൻസിലും അല്ലെങ്കിൽ MSc സൈക്കോളജിയിലൊക്കെ ജോയിൻ ചെയ്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും നമുക്ക് പുതിയ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഡീപ്പായി പോകണമെന്ന് വെച്ചാൽ അത് ഈ കുറേ ദിവസത്തിൽ ഇരുന്നുള്ള ബാക്കി എല്ലാ പരിപാടിയും, ഈവൻ നമ്മൾ മെഡിറ്റേഷൻ പോലും കൃത്യമായി സംഭവിക്കാതെ ഇരുന്ന് ഓരോ കാര്യങ്ങളെ പഠിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കോഴ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിലും വേണം. അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യ നടപടി എന്നോണം അതിൻ്റെ മലയാളം വെർഷൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അവിടെ എല്ലാം വെച്ചാൽ കുറേ ലെങ്ത്തിൽ പറയാനൊന്നും പറ്റില്ല. നിങ്ങളോട് പറയുന്ന പോലെയൊന്നും അവരോട് പറയാൻ പറ്റില്ല, അവരൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവരോട് പറയുന്നതിന് വാക്കുകളിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് രീതികളുണ്ട്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയൊക്കെ നമുക്ക് നടത്താൻ പറ്റും, നമുക്ക് സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് 10-25 വീഡിയോ ഒന്ന് ചെയ്തു വെച്ചു. ഇന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നേരെ അതിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് സെയിം തന്നെ മറ്റൊരു കോഴ്സ് ഉടനെ വരുന്നുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പലരും നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലുകൾ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തവർ അടുത്ത തലങ്ങളിലേക്ക് പോകാനായിട്ട് തേർഡ് സ്റ്റേജ് കോഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി, അത് കൃത്യമായി എഴുതിക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കോഴ്സ് ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയാണ് റിലേഷൻഷിപ്പ് മാസ്റ്ററി. വളരെ കൃത്യമായി ഇത് വേണം എന്നുള്ള ഒരു അദ്ഭുതത്തിലാണ്. കാരണം ദാമ്പത്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ സത്യങ്ങൾ, എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ഭാര്യയോടും കുട്ടിയോടും ഒക്കെ സന്തോഷത്തോടെ എന്താ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, ഒരു ഭാര്യയോടും കുട്ടികളോടും എന്നാക്കേണ്ടി വരും. തെറ്റിദ്ധരിക്കരുത് ആരും കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് ആർക്കൊരു ഇത് വേണ്ട. അപ്പോൾ ആർക്കൊരു ചിരി പോലും ഇല്ലല്ലോ ഇത് പറയുമ്പോൾ. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ആരോ ആൾക്കാരില്ലേ, ഞാനൊരു തമാശ പറഞ്ഞ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു ചിരിക്കണ്ടേ നിങ്ങൾക്ക്, ഒരു ചിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ആരും ഭയങ്കര സീരിയസ് ആയി എല്ലാവരും. ഞാൻ തമാശ രൂപേണ പറഞ്ഞില്ലേ അല്ല കിഷോർ സാറേ, ഒന്ന് ചിരിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാത്ത സത്യങ്ങളല്ലേ. നിങ്ങളത് ശരിക്കും യൂട്യൂബിൽ ഫേസ്ബുക്കിൻ്റെ താഴെയൊക്കെ പോയി കമൻറ്റുകൾ കണ്ടാൽ മതി. ചില യൂട്യൂബിൻ്റെ ഒക്കെ താഴെ കമൻറ്റ് കണ്ടാൽ മതി. ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനെ പറയുമ്പോൾ സോൾട്ട് വാട്ടർ ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് വന്ന കുറേ പേഴ്സണൽ മെസ്സേജുകളുണ്ട്. അത് ഭയങ്കര നമ്മൾ ഞെട്ടിപ്പിക്കുന്ന അവിഹിത ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള വെച്ചാൽ അവരെ ഒഴിവാക്കാൻ അങ്ങനെയൊക്കെ സംഭവം വളരെ സങ്കീർണമാണ്. നമ്മളെ ഇവിടെ നിന്നും അത്ര വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വലിയ സങ്കീർണമായ വിഷയങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു
എന്താ പറയുക, സ്വയം ഒരു സന്തോഷം തോന്നി. ആ സന്തോഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏറെ അതിൻ്റെ ഇടയിൽ ഇത് കേട്ടോണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലേഖാ സന്തോഷിൻ്റെ ഒരു മെസ്സേജ് വന്നത്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമായി. കാരണം സന്തോഷിനെ ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തോളമായില്ല, ഒരു വർഷം ആദ്യത്തെ ദുബായ് പ്രോഗ്രാം മുതൽ എൻ്റെ ഒരു വലിയൊരു അംബീഷനാണ്. ഞാൻ എങ്ങനെയെങ്കിലും ആ ആളെ ഒന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച ഒരാളാണ്. പക്ഷേ മൈൻഡ് സെറ്റ്, എന്നിട്ട് അതിനുശേഷം നമ്മുടെ കോഴ്സുകളൊക്കെ പങ്കെടുത്തു. പക്ഷേ മൈൻഡ് സെറ്റ് സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ഇന്നലെ, അല്ലെങ്കിൽ ഈ കാര്യം ഇന്നലെ ഞാൻ സംസാരിക്കാനും കൂടി വന്നപ്പോഴേ എന്താ ചെയ്യാൻ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നടക്കും, സംഭവം നടക്കും, എന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം, ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ആദ്യം ഷെയർ ചെയ്യുക, എന്നിട്ട് മതി നമുക്ക് ബാക്കി ക്ലാസ്സുകളല്ലേ. അതാണല്ലോ ഏറ്റവും പ്രധാനമുള്ളത്. ഏറെ സന്തോഷം. ഓരോ ആളിലും നിങ്ങൾക്ക് എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാകുന്നു എന്ന് അറിയുന്നതിൽ ഏറ്റവും സന്തോഷം. അപ്പോൾ ആ നേട്ടങ്ങൾ വെച്ച് ഇനിയും കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഞാൻ മുൻപെണ്ണായിട്ട് നിങ്ങളോട് അൺമ്യൂട്ട് ചെയ്യാന്മാരൊക്കെ ആദ്യം അൺറൈസ് ചെയ്യുന്ന ലേഖ തന്നെ അല്ലേ? ഓക്കെ, ലേഖ സന്തോഷം അൺമ്യൂട്ട് ചെയ്തോ. ബാക്കിയുള്ളവർ പറഞ്ഞോളൂ കേട്ടോ. സാറേ, ഗുഡ് ഈവനിങ് സാർ. ഒത്തിരി സന്തോഷമുണ്ട് പറയാനായിട്ട്. കാരണം സാറിന്റെ ദുബായ് പ്രോഗ്രാമിന് ഞാൻ ലാസ്റ്റ് മന്ത് വന്നായിരുന്നു. അപ്പൊ അന്ന് സാറ് എന്നുമായിട്ട് പേഴ്സണൽ സെക്ഷൻ എടുത്ത സമയത്ത് സാറ് പറഞ്ഞായിരുന്നു സന്തോഷിന് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു വിശ്വാസത്തോട് ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് സാറിന്റെ സോൾട്ട് വാട്ടർ ടെക്നിക്ക് സാറ് പഠിപ്പിച്ച് തന്നത്. അന്ന് മുതൽ ഞാൻ 1 വീക്ക് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തില്ല, വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഹസ്ബൻഡ് ഒരു കമ്പനിയിൽ ബയോഡേറ്റ അയച്ചു കൊടുത്തത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കിട്ടും, പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം വിളിക്കാത്തതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു വിഷമായിരുന്നു, എന്താണ് ഇങ്ങനെ എല്ലാവരും ഓരോ മിറക്കിൾസ് പറയുന്നത്, എനിക്ക് മാത്രം ഇനി എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഇന്നലെ രാത്രി ഞാൻ വീണ്ടും ചെയ്ത സമയത്ത്, ഇന്നലത്തെ സെക്കൻഡ് ഡേ ആയിരുന്നു, അപ്പം സെക്കൻഡ് ഡേ ഞാൻ നൈറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ അതിന് റിപ്ലൈ കിട്ടണം, യൂണിവേഴ്സ് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത് വെച്ചിട്ട് പോയി. ഇന്ന് രാവിലെ ഹസ്ബൻഡ് പറയുകയും ചെയ്തു, ലേഖ ഈ ജോബ് എനിക്കത് കിട്ടണം. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ വെയിറ്റ് ചെയ്യട്ടെ, കിട്ടും, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ചേട്ടൻ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ എന്നെ വിളിച്ച് ലേഖ HR പറഞ്ഞു ഇത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, എന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ, ഇനി എന്താണ്? അപ്പോൾ ഒരു സാറിന് മെസ്സേജ് അയക്കുന്നതിന് ഒരു 10 മിനിറ്റ്സ് മുമ്പേ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ ലേഖ അവരെല്ലാം സമ്മതിച്ച് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയെന്ന്. അപ്പൊ സാറേ ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മിറക്കിളാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് സന്തോഷം ഒരു ജോബ് മാറി കയറാനായിട്ട് ശ്രമിക്കുകയാണ്, ഇതുവരെയും നടന്നിട്ടില്ല. കാരണം ഒരു 7-8 വർഷമായിട്ട് പുള്ളി ഒരേ കമ്പനിയിൽ തന്നെയാണ്, പുള്ളി ട്രൈ ചെയ്തിട്ടുമില്ല. അപ്പൊ സാറിന്റെ കോഴ്സിൽ ഞാൻ ചേർന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് പോലും എൻ്റെ ഹസ്ബൻഡിന് വന്നത് സാർ. അത് ഒത്തിരി ഗ്രേറ്റ്ഫുൾ ഉണ്ട് സാറിന്. കാരണം എത്ര പറഞ്ഞാലും എൻ്റെ ചേട്ടന് അത് ഇതിനകത്തൊന്നും ഇത് ഉള്ള വ്യക്തിയല്ല. അപ്പം ഞാൻ ഇതിനകത്ത് ചേർന്നതിന് ശേഷമാണ് പുള്ളിക്ക് മാറ്റം വന്നത്. അത് എനിക്ക് എത്ര നന്ദി സാറിനോട് പറഞ്ഞാലും മതി വരത്തില്ല സാറേ. കാരണം സാറിന്റെ കോഴ്സിൽ ചേർന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വീട്ടിനകത്ത് പോലും എൻ്റെ മക്കൾക്ക് പോലും. അപ്പൊ അതുകൊണ്ട് സാറിനോട് എത്ര നന്ദി എനിക്ക് അറിയിക്കണമെന്ന് അറിയത്തില്ല സാറേ. ഞാൻ എന്നെ ഹൃദയത്തിൽ തൊട്ട് പറയാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഓരോ ആളിലും അത് ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ. ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ വന്നപ്പോൾ നമ്മളത് ചിലപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ എന്തിനാ ഇങ്ങനെ തുറന്നു പറയുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലവർ ചോദിക്കാതെ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വേണ്ടേ, ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, അവർ പോലും ചെയ്യാറ്. പക്ഷേ ഞാൻ പലപ്പോഴും ഇങ്ങനെ, എന്നോട് ആരും അതിന് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒന്നും ഞാൻ ആലോചിച്ചു എന്തിനിപ്പോൾ ഞാനിപ്പോൾ അവരോട് അതിങ്ങനെ പറയണം. അവർ ചിരിച്ചു കളിച്ചു പോകുമ്പോൾ അതിനിടയിൽ ഞാൻ വിളിച്ചിട്ട് വാ ഇവിടെ വാ, എന്താ നിൻ്റെ വിഷയം എന്ന് ചോദിച്ചിട്ട്, ഇങ്ങനതല്ലേ വിഷയം, ഇങ്ങനെ മാറ്റം ഉണ്ടാക്കണ്ടേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് വെറുതെ വന്നു എന്നോട് കാണാം, ദുബായ് പ്രോഗ്രാമിൽ വന്നിരുന്നു. എന്നോട് പറഞ്ഞു സാർ എൻ്റെ പേര് സന്തോഷ്, എൻ്റെ വൈഫ് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു സാറിൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ വന്നത് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ആവശ്യം? എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വൈഫ് നിർബന്ധിച്ചുകൊണ്ടാണ് വന്നത് സാറിൻ്റെ അടുത്ത് ഇരിക്കാനെന്ന് എന്നോട് ആദ്യം പറഞ്ഞ ഡയലോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾക്ക് കാര്യമുണ്ട്, നിങ്ങൾ വരാൻ പറഞ്ഞത് ഞാൻ വെറുതെ അല്ല, നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമുണ്ട്. എന്നിട്ട് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചപ്പോൾ ആൾക്ക് ശരിയാണല്ലോ ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. എന്നാലും ആ ഒരു ഇതുണ്ടല്ലോ, അവർ പിടിച്ചു വെക്കുന്ന സാധനം അത്രയും കണ്ട് വിട്ട് കളിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും പിന്നെ രാവിലെ മെഡിറ്റേഷനൊക്കെ വന്ന് നിർബന്ധമായി പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു, ആൾക്കും സന്തോഷം. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവസാനം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് തന്നെ ഒരു ഇതായി മാറുന്ന ചില ആൾക്കാരൊക്കെ അങ്ങനെ ആവാറുണ്ടല്ലോ. കുറേ കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ പ്രത്യേകിച്ച് എന്താ അങ്ങനെ തോന്നാമെന്ന് വെച്ചാൽ, ഞാൻ ഓപ്പണായിട്ട് പറയാം,
ഞാനങ്ങനെ നിർബന്ധിച്ച് അവരെ ആദ്യം ഇപ്പോൾ ഒരു 6 മാസത്തിൻ്റെ മുമ്പേയൊക്കെ വളരെ നിർബന്ധിച്ച് കൃത്യമായി ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതെ കണ്ണടച്ചിരിക്കാൻ പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവരുടെ സ്റ്റാറ്റസ് എടുത്തുകൊണ്ട് എനിക്ക് തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. സാറ് ഇവിടെയല്ല, അവിടെ പോയി ജോയിൻ ചെയ്യൂ, സാർ അവിടെ ഇരുന്നിട്ട് അവർ കൂടെ ഇരുന്ന് സാർ രക്ഷപ്പെടും എന്ന് എന്നോട് ഇങ്ങോട്ട് പറയുന്ന ആൾക്കാർ ആണ് ഞാൻ വളർത്തിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നത്. കാരണം വെച്ചാൽ അപ്പോൾ അത്ര പേരും നമ്മൾ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്കുകൾ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്തിട്ട് ജീവിതത്തിലെല്ലാം ഇവൻ മക്കൾ ജോലി ഒക്കെ ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ. എന്നിട്ട് അവർ ഈ പറഞ്ഞ ഏതോ ആൾക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട് അവിടെ നിന്നുള്ള മെസ്സേജ് എല്ലാ ദിവസവും മെസ്സേജ് എനിക്ക് അയക്കും. സാർ ഇവിടെ ഇരിക്കരുത്, സാർ അവിടെ പോയി, അപ്പം ഞാൻ ഇവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം ഒക്കെ തീരുമാനിക്കാനുള്ള കഴിവൊക്കെ എനിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കണമെന്ന് അറിയിക്കുക. അപ്പം ഞാൻ വെച്ച് ഇവരൊക്കെ എന്ത് മാറ്റം ഉണ്ടാക്കാനാണ് ജീവിതത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കണം, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുക. പരിശ്രമിക്കാത്ത ഒരു കാര്യം ഈ ലോകത്ത് നടക്കുന്ന ആരും പ്രതീക്ഷിക്കരുത്. അപ്പോൾ കുറച്ച് ഇപ്പോൾ ലേഖ പറഞ്ഞത് ചിന്തിക്കാം, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ പരിശ്രമിച്ചു, സന്തോഷ് പരിശ്രമിച്ചു, ലേഖ പരിശ്രമിച്ചു, അതിനുവേണ്ടി കുറേ ടെക്നിക്കൽ ചെയ്തു. ഇതൊന്നും ടെക്നിക്ക് കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, CV അപ്ഡേറ്റ് ചെയ്തു, അതിനുവേണ്ടി ട്രെയിനിങ് എടുത്തു, മറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എന്താണെന്ന് പഠിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇത് കിട്ടുന്നത്. അല്ലാതെ സോൾട്ട് വാട്ടറിൽ കൊണ്ട് ഇട്ട് മാത്രം കിട്ടിയെന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മാത്രമേ ആരും എടുക്കാവൂ, അല്ലാതെ മറ്റൊന്നും ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് ശരിയുമല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ആരാ സംസാരിക്കുന്നത് പറഞ്ഞോളൂ. ലക്ഷിത സതീഷ് പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ കേൾക്കുള്ളൂ. സാറേ ഞാനെന്ന് പറയട്ടെ. പറഞ്ഞോ. ഞാൻ ചിത്ര. ഞാൻ ഒരുപാട് നാളെ ഒരു ഏകദേശം ഒരു 5-8 മാസത്തോളമായിട്ട് സാറിന്റെ വീഡിയോസ് കൃത്യമായിട്ട് കാണും. വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സുകളിൽ ഇരുന്നത്. അപ്പോ എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ എന്നും എനിക്ക് അടുത്ത് തന്നെ നല്ലൊരു അനുഭവം ഉണ്ടാവും. എനിക്ക് പറയണം അതുപോലെ എനിക്കൊരു സന്തോഷം കൊണ്ട് എനിക്ക് പറയണം എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സാറിന്റെ പറയുമ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുണ്ടായിരുന്നു, വേഗം തന്നെ മനസ്സിലാവുണ്ടായിരുന്നു. അപ്പോ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മകന് ജോലി കിട്ടുക എന്നുള്ളത്. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്, പല പല കോഴ്സ് ചെയ്തു, പക്ഷെ ഇടയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് നീങ്ങി നിന്ന് അങ്ങനെ കുറച്ച് ഏജിന്റെ ഒരു പ്രശ്നം വന്നു. അപ്പൊ എനിക്കത് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് നമ്മൾ വിചാരിച്ച പോലെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇനിയും അവൻ അതിൽ ഉയരുന്നു എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം സാറിന്റെ കൂടെയുള്ള യാത്രയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം കൂടി ഉണ്ട് സാറ്. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനിൽ കുറി ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഞാൻ അത് എടുക്കാനിടയ്ക്ക് പോകും. എടുക്കണ സമയത്ത് പറഞ്ഞിട്ട് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ 1-to-1 ടെക്നിക്ക് സാറ് പറഞ്ഞപ്പോ ഞാൻ വെച്ചു ഇനി ഒരു ദിവസം ഇതൊന്ന് പ്രയോഗിച്ച് പോകണം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ തവണ പോയപ്പോ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വിചാരിച്ചുള്ളൂ. അത് സീരിയസ് ആയിട്ട് വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്രാവശ്യം ഞാൻ ഇറങ്ങിയപ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറി എടുത്തിട്ട് വരാട്ടാ, സാറ് പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നിക്കൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് തന്നെ അവർ എടുപ്പിച്ചു, എനിക്ക് തന്നെ കിട്ടി സാർ. താങ്ക് യു വളരെ സന്തോഷം. കുറി കിട്ടി എന്നുള്ളത് മാത്രമല്ല, എല്ലാം സന്തോഷം. ഇങ്ങനത്തെ മോട്ടിവേഷൻ ഇത് കാണുന്നത് എനിക്ക് പണ്ടേ പാഷനാണ്. പിന്നെ സാറിന്റെ കൂടെയുള്ള ഈ ഒരു യാത്ര ഞാൻ ലൈനിൽ ചിലപ്പോൾ ഓൺലൈനിൽ വരില്ലായിരിക്കും, പക്ഷെ ഓഫ്ലൈനിൽ നിന്നുകൊണ്ട് സാറിന്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഇനി ഇതുപോലെ വരുമല്ലോ എന്ന് വെച്ചാൽ ആ ത്രില്ലിലാണ്. എന്റെ കുടുംബം അങ്ങനെ തന്നെയാണ് സാർ. താങ്ക് യു സാർ, വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾ അതിലൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആ ഡബ്ബയിൽ മുഴുവൻ നിങ്ങളെ പേരാണ് എഴുതിയിട്ടത്, എന്നിട്ട് നിങ്ങൾ എഴുതിയെടുത്തു എന്നുള്ളതാണല്ലോ കേട്ടത് ഞാൻ. അതും സാറേ ലാസ്റ്റായി. ഇനി ഒരു 3 മാർക്കുള്ളൂ, അപ്പോഴേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. അല്ല, ആ 4 പേപ്പറിൽ നിങ്ങളെ പേരാണ് നിങ്ങൾ എഴുതിയിട്ടെന്നുള്ള ആരോപണം കേട്ടിരുന്നു, ശരിയാണോ? അതും ഞാനല്ല, ഞാൻ ചെല്ലുമ്പോഴേക്കും എല്ലാം സെറ്റപ്പ് ആയി കഴിഞ്ഞു. എടുക്കേണ്ട പണി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ ഈ പറയുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, ചിത്ര തന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ശരി ഞാൻ എടുത്തോളാം, എന്നെ തന്നെ എടുക്കും ഞാൻ പറഞ്ഞതും ഞാൻ എടുത്തു. താങ്ക് യു രസമുള്ള കാര്യമല്ലേ. ഓക്കെ, അതൊക്കെയാണല്ലോ ലൈഫിലെ രസം അല്ലേ. ഓക്കെ, സംസാരിക്കട്ടെ. പിന്നെ സംസാരിച്ചു. സരസ്വതി സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഇതിന്റെ മുമ്പ് സാറിന്റെ വീഡിയോകളൊക്കെ കണ്ടിരുന്നു. പിന്നെ
അപ്പൊ മെമ്പർഷിപ്പ് എടുത്തു, ഇതിൽ ചേർന്നു. പിന്നെ വീഡിയോ കാണുമ്പോ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോ സാർ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്താ നിങ്ങളുടെ കടം തീർക്കാൻ വേണ്ടിട്ട് എത്ര കടം ഉള്ള വെച്ചാൽ എഴുതി വെക്കൂ, പെട്ടെന്ന് എഴുതണം പറഞ്ഞു. അപ്പൊ അങ്ങനെ 85,000 രൂപ എന്ന് എഴുതി. അപ്പൊ ഒരു 50,000 35,000. അപ്പൊ അത് എഴുതി വെച്ചു. പിന്നെ അങ്ങനെ ഒരാഴ്ചയാണ് സമയം ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അറിയാതെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ഇപ്പൊ അധികം ആയിട്ടില്ല, ഒരു 6 മാസം ആവുന്നേ ഉള്ളൂ. അപ്പൊ ഹസ്ബൻഡിന്റെ പേരിൽ ഒരു LIC ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് കുറെ അടച്ചായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ 76,200 അത് കിട്ടി. അപ്പൊ ഞാൻ ആ ലോണ് പെട്ടെന്ന് അത് കിട്ടി വഴിക്ക് അത് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് വിചാരിക്കാണ്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് DA കിട്ടാനുണ്ടായിരുന്നു. പെട്ടെന്ന് 87,200 എത്രയോ പെട്ടെന്ന് കിട്ടി. അപ്പൊ 85,000 അതിന്റെ ഇൻട്രസ്റ്റും കൂടി 87,000 വന്നിരിക്കുന്നത്. അപ്പൊ 87,200 അങ്ങനെ അതിലേക്കുള്ള എമൗണ്ട് കുറച്ച് ദിവസം തന്നെ കഴിഞ്ഞപ്പോ 13-ാം തീയതി 13-ാം തീയതി വിചാരിച്ച് 23-ാം തീയതി ആ പൈസയും കിട്ടി. അപ്പൊ 76,000 85,000 അതിന്റെ ഇൻട്രസ്റ്റ് 2,200 ഉണ്ടായിരുന്നു. അതേ സംഖ്യ അപ്പൊ DA ആയിട്ട് കിട്ടി കഴിഞ്ഞു. അപ്പൊ അത് പറയണമെന്ന് കുറെ പ്രാവശ്യം, പക്ഷെ സംസാരിക്കാനെങ്കിൽ പെട്ടെന്ന് ഇതിൽ ഇങ്ങനെ വേദി കയറി പറയാനൊരു ഇത് കൊണ്ട് കുറെ ദിവസമായി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ എല്ലാവരും സംസാരിക്കുമ്പോ പെട്ടെന്ന് പറയാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ ഇനി കുറെ വിഷമങ്ങളുണ്ട്. ഇങ്ങനെ വിഷമം കൊണ്ട് ഇരിക്കുമ്പോഴാണ് സാറിന്റെ വീഡിയോ ഉണ്ട്. അപ്പോ അന്ന് മുതൽ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങി. ഫെബ്രുവരി 20-ാം തീയതിയാണ് മരണപ്പെട്ടത്. അപ്പൊ അന്ന് മുതൽ വിഷമത്തിലായിരുന്നു. കുറെ അങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ട് ഇപ്പൊ ഇങ്ങനെ സാറിന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കണം. ബിസിനസ് എന്തെങ്കിലും സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലും ചെയ്ത് സമയം പോവാൻ വേണ്ടിയിട്ട്. പേരക്കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അറിയണില്ല. അപ്പൊ ഒരു വിഷമത്തിലാണ്. സാറോട് ഇങ്ങനെ ഇത് പറയാൻ പറ്റണില്ല. അതുകൊണ്ട് ശരി, നന്ദി സാർ. ഇനിയും സാറിന്റെ വീഡിയോകളും പിന്നെ മെഡിറ്റേഷന് ചേർന്നിട്ടുണ്ട്, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസവും പറ്റണില്ല. ചിലപ്പോ ക്ഷീണം കൊണ്ട് അങ്ങനെ ഒരു ആകെ സെറ്റായിട്ട് ഇരിക്കുന്ന സമയമല്ലേ, അപ്പൊ പറ്റണില്ല. എന്നാലും കേറാറുണ്ട്. അപ്പൊ സാറിന്റെ അനുഗ്രഹത്തില് നല്ലൊരു മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ടല്ലോ ആദ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, നല്ല കോൺഫിഡൻസ് അല്ലേ, നല്ല ധൈര്യം ഉണ്ടല്ലോ. നല്ല മാറ്റത്തിന് തുടക്കമായല്ലോ നിങ്ങള്. മാറ്റത്തിന് തുടക്കം വേണമെന്ന് വിചാരിച്ചിട്ട് അത്രയും ഇതിലാണ്. കുറെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ഇതിലാണ്. എന്തെങ്കിലും ഒരു ബിസിനസ് ചെറിയതായിട്ട് ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം നടന്നോളൂ. ചോദി പ്രോഡക്ട്സ് പറഞ്ഞിട്ടൊരു സംരംഭം തുടങ്ങണം എന്ന് കുറേ കാലമായി ആഗ്രഹിച്ച് നടക്കുന്നു. അത് സാധിക്കുന്നേ ഇല്ല. അപ്പോഴേക്കും ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു ഇതുവരെ. അപ്പൊ ഇല്ല. അപ്പൊ ഏതെങ്കിലും അതിന് വേണ്ടിയിട്ട് തുടങ്ങണം എന്നുണ്ട്. വിഷമത്തിൽ തന്നെയാണ് എപ്പോഴും. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇനി വിഷയമല്ല കേട്ടോ. മെഡിറ്റേഷൻ ഒക്കെ ജോയിൻ ചെയ്തല്ലോ. ഇനി ഒരു വിഷമം മാറാനുള്ള ഒരു കോഴ്സ് എടുക്കണം. എന്നിട്ട് അതിൽ എൻഗേജ് ചെയ്യണം. എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയ കിട്ടും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ചെറിയ പൈസയേ ഉള്ളൂ. അതിനകത്ത് കയറിയിട്ട് ബിസിനസ് കുറച്ച് കാര്യങ്ങൾ ചെറിയ ഐഡിയാസ് വരും അതിനകത്ത് ചെല്ലുമ്പോൾ. ആ ഐഡിയാസിലൂടെ ജീവിതത്തെ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. ചെയ്യണം എന്നുള്ള ആത്മധൈര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ഈ കാലത്ത് രക്ഷപ്പെടാൻ ഒരു വിഷമവും ഇല്ല, സുഖമായിട്ട് പറ്റും. ആ ചിന്തയാണ് ഏറ്റവും പ്രധാനം. അത് ഇല്ലാത്തതാണ് പലരുടെയും പരാജയം. മറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ നേരിടാൻ നമുക്ക് പറ്റും. കാരണം ആവശ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നറിയുക. ഇതൊക്കെ ജീവിതത്തിലൊരു പാഠമായിട്ട് എടുത്തുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം സെയിം തന്നെയാണ്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് അതീവ ബുദ്ധിശാലികൾ ജീവിതത്തിൽ വിജയിച്ചത്. ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരന് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഏതായാലും സരസ്വതി നന്നായി സംസാരിക്കുന്നുണ്ട്, നല്ല വേർഡ് ഫ്രെയിമിംഗ് ഉണ്ട്. അതുകൊണ്ട് പെട്ടും പേടിക്കേണ്ട, ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കോ. നമുക്ക് കൂടി കേട്ടാം. പറ്റുമെങ്കിൽ ഒരു കോഴ്സ് ഒന്ന് നമ്മുടെ പറ്റുമോന്ന് അറിയില്ല. ചെറിയ കുട്ടികളാണ് വീട്ടില്. അപ്പൊ ഹസ്ബൻഡ് ഇല്ല. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ സാധിക്കുമെന്ന് അറിയില്ല. സാറിനെ കാണണമെന്നും എപ്പോഴും വീഡിയോ നിറയെ കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ കാണാം. കോഴിക്കോട് കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഏതെങ്കിലും എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ മനസ്സിനെ കുറച്ച് എൻഗേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, എൻ്റെ സാറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പോഴേക്കും
നെറ്റ് കട്ടായി ആ നേരത്തെ. നെറ്റ് കട്ടായി, അതുകൊണ്ടാണ്. അതിന് ആ പറഞ്ഞോ, വീണ്ടും പറഞ്ഞോ. അത് എനിക്ക് പിന്നെ വേറെ അല്ല ഇപ്പൊ അരുണിന്റെ കാര്യം കേട്ടില്ലേ? അരുൺ അങ്ങനെ കാറും ഉണ്ടായി. അരുൺ പിന്നെ അത് അരുൺ കഴിഞ്ഞിട്ട് വേറെ വെച്ചാല് അരുൺ കാറുമായിട്ട് ആ വന്ന കഥ വരെ എത്തിയിട്ടുണ്ട്, ബാക്കി പറഞ്ഞില്ല. അതെ അതെ അരുൺ കാറായിട്ട് വന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു പുതിയ കാറ് വാങ്ങിച്ചു. അവൻ ആദ്യം ചെയ്തിരുന്ന ജോലി തന്നെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അമ്മ ഉദ്ഘാടനത്തിന് വരുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിക്ക് പലഹാരപ്പണി ഉണ്ടല്ലോ, എങ്ങനെ മുടക്ക്. പിന്നെ ഞാനത് വേഗം ഉള്ളിലേക്ക് ഇട്ടു. ഞാൻ അതിന്മേൽ പിടിച്ച് കയറണ്ട വെച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ ഞാൻ വരാ പറഞ്ഞു. ഒറ്റയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല, കൊണ്ടുപോകണമെങ്കിൽ ഞാൻ വരാം. അങ്ങനെ നല്ല സന്തോഷത്തിൽ കുറെ നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് അവൻ പിരിഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷായി. പിന്നെ അത് കൂടാതെ കുറെ താങ്ക് യു പറഞ്ഞു. ആർക്കൊക്കെ പറഞ്ഞെന്ന് തന്നെ എനിക്ക് അറിയണില്ല. അത്രയും സന്തോഷായി. കുറെ ഉമ്മയും കൊടുത്തു അവന്. ഒക്കെ അങ്ങനെ സന്തോഷായിട്ട് പോയി. പിന്നെ അത് കൂടാണ്ട് എനിക്കൊരു PET-CT സ്കാൻ ഉണ്ടല്ലോ, പെറ്റ് സ്കാന്. അപ്പൊ ഞാൻ പ്രസീത മാമത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അത് ഞങ്ങൾക്ക് ഇനി ESI ഇൻഷുറൻസിൽ കിട്ടില്ല. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാ, എന്താ ഞാൻ എഴുതണ്ട്, എങ്ങനെ ചെയ്യണ്ടത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു IR5 സിറ്റുവേഷൻ എഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഡേറ്റ് ആയിട്ടുണ്ടേ. അപ്പൊ ഡേറ്റ് ആയപ്പോ ഞാന് 108 പ്രാവശ്യം അത് എഴുതി. അപ്പൊ ഇന്ന് ഞാൻ എന്നിട്ട് ESIയുടെ ഓഫീസിൽ പോയി. അവിടെ നിന്ന് എന്നെ കാത്തിരിക്കണ പോലെയാണ് അവരെനിക്ക് ESIയുടെ ഇതില് ആ സ്കാൻ ചെയ്ത് കിട്ടണ സ്ഥലമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരിയ്ക്കണ പോലെ എനിക്ക് പറഞ്ഞു തന്നു. കോഴിക്കോട് കിട്ടും ESIയുടെ ഇൻഷുറൻസിൽ ഈ സ്കാനിങ് പൈസ ഇല്ലാണ്ട്. പിന്നെ 20-ാം തീയതിക്ക് ബുക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ ശരിയായി. പൈസ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റി. 25,000 രൂപയാണ് അമലയില്. അപ്പൊ അവിടെയാണ് എന്റെ ചികിത്സയെ. അപ്പൊ അവിടെ ചെയ്യാൻ ഇത് ചെയ്യില്ല. ESIയിലാണ് ഞാൻ ചികിത്സിക്കുന്നത്. പക്ഷെ ഈ സ്കാനിങ് അവിടെ ചെയ്തിരില്ല. അപ്പൊ അതിപ്പോ കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഇവര് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതും നല്ല ശരി. സന്തോഷത്തോടെ. ഓക്കെ, നമുക്ക് കുറേ സമയം എടുക്കാം അതെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു താങ്ക് യു. സന്തോഷങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ലസിത വീണ്ടും അൺമ്യൂട്ടായിട്ട് സംസാരിച്ചോ, പെട്ടെന്ന് സംസാരിച്ചോ. ക്ലാസ് സാറേ എനിക്ക് പറഞ്ഞു. നമസ്കാരം സാർ. ഞാനില്ലേ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ചേർന്ന് വെച്ചാൽ ജൂണില് 2020 മെഡിറ്റേഷനിൽ ചേർന്ന്. ഇപ്പൊ 3 മാസം ആയിട്ടില്ല. അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് പിന്നെ സ്ഥലം വിൽക്കേണ്ട ഒരു ഇതേനു. അപ്പൊ ഞാൻ ഡേറ്റ് കണ്ടത് ഓഗസ്റ്റ് 24-നായിരുന്നു. അപ്പൊ സാറിന്റെ മെഡിറ്റേഷൻ ചെയ്യും, 2020 മെഡിറ്റേഷൻ ഇടക്കിടക്ക് ചെയ്യും. പിന്നെ ഞാൻ സാറ് പറഞ്ഞ പോലെ എല്ലാം ചെയ്യും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് സാറ് ഈ 666 പറഞ്ഞില്ലേ, അതിൽ ഞാൻ 46 എഴുതിച്ച് സാറ് റിലീസിങ് വരെയുള്ള എഴുതിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിപ്പോ ചെയ്ത് കഴിഞ്ഞാലോ ഇപ്പൊ ഒരു പാർട്ടി വന്നിട്ട് അവർക്ക് സ്ഥലം ഇഷ്ടമായിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ സന്തോഷം സാറിനോട് പറയാന്ന് വെച്ചാൽ കുറെ മാറ്റങ്ങളുണ്ട്. ഞാൻ പ്രസീത മാമിനോട് പറഞ്ഞു ഞാനൊരു കാര്യം വിചാരിച്ചു, അതിനുശേഷം സാറിനോട് പറയൂ. അപ്പൊ ഇപ്പൊ എന്റെ ഫോൺ ഹാങ് ആയിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ ഇല്ല, എനിക്ക് ശരിയാവുന്നുള്ള പ്രതീക്ഷയാണ്. സാറോട് ഞാൻ പിന്നെ എല്ലാരും പറയുമ്പോ പിന്നെ പറയണ്ടേന്ന് വിചാരിച്ചു. അങ്ങനെ സാറിന്റെ ബ്ലെസ്സിങ് നടക്കട്ടെ, കൃത്യമായിട്ട് നടക്കട്ടെ. എല്ലാത്തിനും ഉണ്ടാവട്ടെ കേട്ടോ, നടക്കട്ടെ. കാരണം ഞാൻ ആ വിചാരിച്ച ഡേറ്റ് 24 ഓഗസ്റ്റ് 24. പക്ഷേങ്കില് അതിന്റെ ഇടയിൽ തന്നെ ഞാൻ അത്രയും ആയിട്ടുള്ളൂ സാറേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് ഞാൻ കേൾക്കലുണ്ട്. പക്ഷെ ഇപ്പൊ ഈ 2020 മെഡിറ്റേഷനിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്കറിയില്ല, ഞാനിത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മാറ്റം തന്നെ ഉള്ളിലും വീട്ടിലും. പക്ഷെ ഞാൻ ആ വിചാരിച്ച കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സാറിപ്പം പറഞ്ഞില്ലേ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. കുറെ അങ്ങനെ പറയേണ്ടതിന് എനിക്കറിയില്ല. സത്യം വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ അത് പറഞ്ഞപ്പോഴാണ് വന്നത് നമ്മളെ പൗർണമി മെഡിറ്റേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല റിസൾട്ടുകൾ വന്ന ആൾക്കാരാണ്. പൗർണമി മെഡിറ്റേഷൻ്റെ എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ ഇപ്പോൾ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മറ്റന്നാളാണ് പൗർണമി മെഡിറ്റേഷൻ, നമ്മുടെ ഈ വർഷത്തെ 9-ാം തീയതി രാത്രി. അപ്പോൾ ഞാൻ 9-ാം തീയതി രാത്രി 9-ാം തീയതി രാത്രിയാണ് നമുക്ക് പൗർണമി മെഡിറ്റേഷൻ. അത് എല്ലാവരും ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ ഇതുപോലെ 2020 പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാനും ഏറ്റവും കൂടുതൽ എനർജി ഉയർന്നു നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പൗർണമി മെഡിറ്റേഷൻ നമ്മൾ 9-ാം തീയതി രാത്രിയാണെന്ന് ഓർക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നാളെയാണ് 888 പോർട്ടൽ ഓപ്പണിംഗ് ഡേ. 8/8/2025 8-ാം തീയതി, ഓഗസ്റ്റ് 8-ാം തീയതി. അപ്പോൾ രാത്രി 8 മണിക്ക് നമ്മൾ ഒരു ഫ്രീ മെഡിറ്റേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. അതിനുവേണ്ടി എല്ലാം തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നാളെ രാത്രി 8 മണിക്ക്, ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മൾ നാളെ രാത്രി വെക്കുന്നുണ്ട്.
അധികം ലേറ്റ് ആവില്ല സമയം, കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എയർപോർട്ടിൽ പോകാൻ. അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കില്ല, കൂടുതൽ വിശദീകരിക്കില്ല. മറ്റന്നാളത്തെ മെഡിറ്റേഷൻ നാട്ടിൽ നിന്നായിരിക്കും. 9-ാം തീയതിത്തെ മെഡിറ്റേഷൻ നടത്തുമ്പോൾ 9-ാം തീയതി മെഡിറ്റേഷൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ പ്രസീതനെ വിളിച്ചിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അതൊരു രാവിലെ 3:30 മണിക്ക് നിങ്ങൾ വിളിക്കാൻ തുടങ്ങും. ലിങ്ക് കിട്ടിയില്ല അല്ലെങ്കിൽ 5 മണിക്കൂർ ലിങ്ക് അല്ല. പിന്നെയാന്ന് ഒരാൾ പറയുന്നുണ്ട്, ഗ്രൂപ്പിൽ കയറി നിന്നിട്ട് മെഡിറ്റേഷൻ്റെ ഗ്രൂപ്പിൽ നിന്നിട്ട് എനിക്ക് മാത്രം എന്തേ മെഡിറ്റേഷൻ ലിങ്ക് തരാത്തത്, ഞാൻ പൈസയല്ലേ തന്നത് എന്ന് ചോദിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ ലിങ്ക് തരേണ്ടത്? അത് എനിക്ക് വ്യക്തിപരമായിട്ട് അയച്ചു തരണം. ഞാൻ പറഞ്ഞ നടക്കുന്ന കാര്യമല്ല അത്. കാരണം 300 ആൾ 350 ആൾക്കാരിൽ നമ്മൾ മെഡിറ്റേഷൻ ഓരോ 350 ആക്കുമ്പോൾ ലിങ്ക് മെഡിറ്റേഷൻ കൊടുക്കാന്നില്ല. അപ്പോൾ പറഞ്ഞാണ്, ഇല്ല എനിക്ക് കിട്ടിയേ പറ്റൂ, എന്നെ പ്രത്യേക പരിഗണന. ഞാൻ പറഞ്ഞു, പരിഗണിക്കാനേ പറ്റില്ല നിങ്ങളെ, ഇവിടെ വേണമെങ്കിൽ ലിങ്ക് തരുന്നത്. അല്ല എനിക്ക് ലിങ്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലിങ്ക് കിട്ടാനല്ലേ ഈ ഗ്രൂപ്പുള്ളത്, എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന്. എന്നോട് ഗ്രൂപ്പിൽ നിന്നിട്ടാണ് പറയുന്നത്, എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, വേണം നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്താണ്. ഞാൻ പൊതുവേ സംസാരിക്കാൻ വരാറില്ല, പക്ഷേ ഞാൻ അവരെ വോയിസ് കേട്ടപ്പോൾ പറഞ്ഞതുള്ളൂ. ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ ഗ്രൂപ്പിൽ ഇല്ലല്ലോ എന്ന്. അതായത് ഞാനിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ, പക്ഷെ ഞാൻ മരിച്ചിട്ടില്ലോ എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, മെഡിറ്റേഷൻ ലിങ്ക് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞത് കേൾക്കരുത്. പിന്നെ ഒന്നാമത് നിങ്ങളെല്ലാം ഇന്നലെ രാത്രി 10 ഇവിടെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് 10:30 മണി, നാട്ടിലെ 10:30 മണിക്ക് പ്രസീത മൊബൈൽ ഓഫ് ചെയ്ത് ഒന്ന് ശൗലൻ്റെയൊക്കെ കിടക്കാൻ തുടങ്ങിയപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാം ഒന്നുകൂടി പറഞ്ഞു തരുമോ? എനിക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം, 6 ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടി നീ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒന്ന് ഉറങ്ങാൻ വിട്ടൂടെ, രാവിലെ യൂട്യൂബിൽ വരുമല്ലോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ചോദിക്കരുത് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവരെല്ലാം ഒരു നമുക്ക് സേവനമാണ് നൽകുന്നത്, പക്ഷേ അവർക്ക് ലൈഫില്ല, അവർക്ക് ജീവിതമില്ല. നിങ്ങളെല്ലാം പോയി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി ആരും സംസാരിക്കണം. അപ്പോൾ നാളത്തെ വൈകിട്ട് ഫ്രീ മെഡിറ്റേഷനാണ്, എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ചിലപ്പോൾ ഒരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്, എല്ലാ ദിവസവും രാത്രി മെഡിറ്റേഷൻ നൽകിയാലോ എന്നുള്ളൊരു ആലോചന എനിക്കുണ്ട്. ചിലപ്പോൾ കാര്യം ശരിയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മെഡിറ്റേഷൻ നൽകാനുള്ള ഐഡിയയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സംസാരിച്ചു. 1 മിനിറ്റ് ഞാനിപ്പോൾ വരാം, നിങ്ങൾ സംസാരിച്ചു. പറഞ്ഞോളൂ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. സാറേ, ഞാൻ മിനിയാണ്. മിനി പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് കോഴിക്കോട്ടെ പ്രോഗ്രാമിന് വരാൻ താല്പര്യമുണ്ട് എനിക്ക്, എൻ്റെ ഹസ്ബൻഡിന്. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പറഞ്ഞു, നിന്റെ ആഗ്രഹം വലിയോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഹലോ, പറഞ്ഞോ, നല്ല കാര്യം, പറഞ്ഞോ, കംപ്ലീറ്റ് പറഞ്ഞോ. സാറേ, ഞങ്ങള് രണ്ടുപേരും കൂടെ വരാൻ, ഞാൻ പ്രസിദ്ധ മാഡത്തിനെ വിളിച്ചെല്ലാം ബുക്ക് ചെയ്യാം. ഇന്ന് തന്നെ ഇതെന്നെ വിളിക്കാൻ പറ്റുമോ, അതോ നാളെ വിളിച്ചാൽ മതിയോ? വിളിച്ചോ. സാറേ, എനിക്ക് പിന്നെ പ്രാണാസ്റ്റോൺ വേണമായിരുന്നു. ഞങ്ങൾക്ക് നേരിട്ട് സാറിനോട് വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വരണമെന്ന്. ഇപ്പൊ ഞാനങ്ങ് എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് പോകാൻ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എവിടുന്നേലും അതിനുള്ള വഴി വെക്കും, നമുക്ക് രണ്ടുപേർക്കും പോകാം, ഞാൻ ഇന്ന് പറയട്ടെ എന്ന് പറഞ്ഞു നീ പറഞ്ഞോളാൻ പറഞ്ഞു. നല്ല കാര്യമല്ലേ, നിങ്ങൾ പോന്നോളൂ. ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ ആവശ്യവും നക്ഷത്രവും ഒന്ന് പറയാ, റെഡിയാക്കി വെക്കാം. ഞാനിപ്പം സാറിനോട് അങ്ങനെ പറയണോ, അതോ ഞാൻ അല്ലാതെ ഇപ്പൊ എന്നോട് രഹസ്യമായിട്ട് പറയാൻ പറ്റുമോ? അല്ല, രഹസ്യമല്ല. അത് പ്രസീതക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഹലോ, ക്ലാസ് ഉണ്ട്, വേഗം പറഞ്ഞു, സമയങ്ങളില്ലേ. സാർ, എൻ്റെ പേര് കവിത. കവിത. ഹലോ. സാർ, ഞാൻ പൗർണമി ധ്യാനത്തിൽ പങ്കെടുത്തതാണ്, സമൃദ്ധി ധ്യാനം. എനിക്ക് യാതൊരു ഒന്നുമില്ല സാർ. എനിക്ക് സാറിനോട്, എന്റെ വീട് കൊച്ചിയിലാണ്, പക്ഷെ എനിക്ക് കോഴിക്കോട് വരെ എത്താനില്ല. കൊച്ചിയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ മീറ്റിംഗ് ഉള്ള സമയത്ത് വരാം. എനിക്ക് എപ്പോഴും പ്രാണാസ്റ്റോൺ വേണമെന്നുണ്ട്. കാരണം കുറച്ച് പ്രോബ്ലംസ് ആണ് മൊത്തം. വിദ്യാഭ്യാസത്തിന് പോലും നമുക്ക് പറ്റണ ഒരു ജോലി പോലും കിട്ടിയില്ല. ഒന്നും സാറേ, എനിക്ക് ഒരു മാറ്റം വേണം. ഞാൻ ഈ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മാറ്റം, അതിനെന്താ ചെയ്യണ്ടേ സാറിന്? ഞാൻ മാമിനോട് പല ആവർത്തി പറഞ്ഞിരുന്നു.
എനിക്ക് എന്താന്ന് സാറിന് ക്ലാസ് ഉണ്ട്. നിങ്ങൾ കാണുന്നു. മാറ്റം വേണം. നിങ്ങൾ ആരോടും മാനോട് പറയണ്ട. അതിനാണല്ലോ ഈ ക്ലാസ് മുഴുവൻ ഞാൻ എടുക്കുന്നത്. മാറ്റം ഉണ്ടാക്കാനല്ലേ ഈ ക്ലാസ്സുകൾ മുഴുവൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നാൽ പോരെ. ഈ സമയത്ത് ഇവിടെ സുഖമായിട്ട് എൻ്റെ മക്കളെ കൂടെ ഇരുന്ന് വൈഫിനോട് സൊള്ള പറഞ്ഞ് ഈ സമയത്ത് എനിക്ക് ഇവിടെ ഇരുന്നാൽ പോരെ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് കേട്ടോളൂ. പിന്നെ മാഡത്തോട് പറഞ്ഞ് മാഡം എന്ത് ചെയ്യാനാ? ആർക്കും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു ബേസിൽ വെച്ചിട്ട് കേൾക്കുക. വേറൊന്നും അതിനാണല്ലോ ഇത്രയും ഫ്രീ ആയിട്ട് തരുന്നത്. യൂട്യൂബിൽ ആകെയുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ കുറച്ച് നിങ്ങൾക്ക് പരസ്യം വരും. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിന് അത്രയും എൻ്റെ പോക്കറ്റിൽ നിന്ന് മാസം 10,000 സംതിങ് ആണ് യൂട്യൂബ് ഇത് നമ്മുടെ സൂമിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. 10,000 റുപ്പീസാണ് സൂമിന് കൊടുത്തോണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ടെക്നിക്കുകളെല്ലാം അവിടുത്തെ കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എത്ര മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് അത് എടുക്കണേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ പിറകിൽ എത്ര പണിക്കാരുണ്ട്, ആൾക്കാർ വേണം. 2 പേര് വേറെ പ്രസീതയും അഡ്മിൻ അല്ലാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി, നടക്കും കേട്ടോ. ഒരു പ്രശ്നമില്ല. ആത്മാർത്ഥമായി വിളിച്ചാൽ മതി. അതിനുള്ള എല്ലാ ക്ലാസ്സുകളും, പെയ്ഡ് ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും ഒക്കെ ഇവിടെ ഉണ്ട്. പറ്റുന്നത് പോലെ നിങ്ങൾ ആദ്യമൊക്കെ ഞാൻ എല്ലാവരോടും ഇന്നലെ പറഞ്ഞ ഒരാളുടെ ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി, സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കോഴിക്കോട് പ്രോഗ്രാമിൽ ഞാൻ വരണമെങ്കിൽ എനിക്ക് കാശുണ്ടാക്കാൻ സാധിക്കണം എന്ന്, അതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടാണ് വരുന്നതെന്നുള്ളത്. എന്നിട്ട് പിന്നെ പറഞ്ഞു എന്നിട്ട് അതിനുശേഷം കുറേ ആൾക്കാർ ഇന്നലെ മെസ്സേജ് അയച്ചു, കോഴിക്കോട് വരാനൊന്നും പറ്റില്ല, സാർ എപ്പോഴാണ് ഈ വഴി വരുന്നത് അപ്പം ഞങ്ങൾ കാണാമോ. ഞാൻ അവർ കാണേണ്ടതാകത്ത്. ഞാൻ പറഞ്ഞു പൈസ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ പൈസക്കല്ല വരേണ്ടത്. നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ് തരുന്ന എന്തിനാണ്? നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എടുക്കുക. ആ റിസൾട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ എന്തിനാ വരാൻ പറയണേ? ഞാൻ വരാൻ പറയണത് എന്തിനാ? നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനാണ്. ആദ്യം നിങ്ങൾ കുറച്ച് റിസൾട്ട് എടുക്കൂ. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. എല്ലാവർക്കും കുറച്ച് റിസൾട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ സോൾട്ട് വാട്ടർ ടെക്നിക്ക്, അങ്ങനെ 100 കണക്കിന് ടെക്നിക്കുകൾ, 100 രൂപ, 200 രൂപ, 300 രൂപ എടുത്താൽ മെഡിറ്റേഷൻ, 20-20 മെഡിറ്റേഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ തരുന്നതിനാണ്. ചെറിയ രീതിയിൽ കാശ് കൊടുത്തിട്ടുണ്ട്, വലിയ കാശ് കൊടുക്കുന്നതുകൊണ്ട്, ഫ്രീ ആയിട്ടുമുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇതൊന്നും അല്ല ചൂസിങ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസൾട്ടുകളാണ് യഥാർത്ഥ ചൂസ് എന്ന് പറയും. യഥാർത്ഥമായി നിങ്ങൾ എടുക്കേണ്ടത് റിസൾട്ടാണ്. ഇതല്ലാതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്തിട്ട് റിസൾട്ട് എടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് കയറി വരൂ. അപ്പോഴാണല്ലോ കാര്യം. പിന്നെ അതിൽ ഫ്രീ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചിലത് ഫ്രീ ഉണ്ടാവും, ചിലത് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ജീവിതം അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നിൽക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്നല്ലേ. ഇന്ന് കുറച്ച് ആൾക്കാർ തിരക്കിലാണ്. ഇപ്പോൾ എല്ലാം ക്ലാസ്സിലേക്ക്, നാളത്തെ മെഡിറ്റേഷൻ. പിന്നെ ഒരാളിപ്പോൾ കമൻറ്റ് ചെയ്തു, എല്ലാ ദിവസവും ഫ്രീ മെഡിറ്റേഷൻ കൊടുക്കുന്നത് നല്ലതാണ് സാറേ എന്നുള്ളത്. ശരിയാണ് സാറേ, എല്ലാ ദിവസവും ഫ്രീ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങളിത് നിങ്ങൾക്കത് കിട്ടിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അവിടെയാണ് ചോദ്യം. എല്ലാ ദിവസവും ഫ്രീ മെഡിറ്റേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ അറിയോ? വെറുതെ കിട്ടിയതിന് പുല്ല് വിലയാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റില്ല, അങ്ങനെ പാടില്ല. ഇടയ്ക്കൊക്കെ തരാം. എല്ലാ ദിവസവും തന്നാൽ ഗുണമുണ്ടാവില്ല. സത്യമായിട്ട് പറയാണ്, അത് വർക്ക് ചെയ്യില്ല. കാരണം അതിന് വില കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ മെമ്പർഷിപ്പ് ഫീസ് 101 രൂപ വാങ്ങിച്ചെന്തിനാണ്? അത്രയെങ്കിലും അവിടെ ഒരു എഫേർട്ട്, അത് തരാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് കേട്ടോ. സാരമില്ല, അത് ഒരാളുടെ മെൻറ്റാലിറ്റി. പക്ഷെ അത് മാറണം. ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പ്രപഞ്ച സത്യം മനസ്സിലാക്കുക. ഓരോ കർമ്മത്തിനും അതിന് പ്രത്യുപകാരം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ശ്വാസം അകത്തോട്ട് എടുക്കുന്നോ, പകരം നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ ഈ ലോകത്ത് ഒരു സംഭവവും കിട്ടുന്നില്ല. നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നോ, നാളെ മക്കൾ നിങ്ങളെ നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നോക്കിയില്ലെങ്കിൽ പിന്നത്തെ കാര്യം നിങ്ങൾ കയ്യിൽ. അപ്പോൾ അത് എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് വേണ്ട, നമുക്ക് ഈക്വൽ റിയാക്ഷൻ കിട്ടിയാൽ മതി അല്ലേ. കൂടുതലും വേണ്ട, അറ്റ്ലീസ്റ്റ് ഈക്വൽ എങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ആ നിയമം ബാധകമാണ് എന്ന് അറിയുക. അതുകൊണ്ട് മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുക. താങ്ക് യു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് ഇത്രയാണ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാണ്. ആശ സംസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ ആശ, പിന്നെ സംസാരിക്കാം. പറയട്ടെ. പറഞ്ഞോ ആശ. ഞാൻ എന്ന് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കും, മടി കാരണം ഇങ്ങനെ ഓണാക്കും ഓഫാക്കും. സാറേ, എനിക്ക് അംഗൻവാടി ടീച്ചറായിട്ട് താൽക്കാലികമായിട്ട് ജോലി കിട്ടി സാറേ. പ്രാണ സ്റ്റോൺ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചു.
അപ്പം ഞാനിപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി. അതൊന്ന് സാറിനോട് പറയണമെന്ന് അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഞാൻ SBIയുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ അന്നേരപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടി 6 മാസത്തേക്ക്. ആ അതിന് സ്ഥിരമായിട്ടൊന്ന് കിട്ടാനായിട്ട് സാറിന്റെ അനുഗ്രഹം വേണം. ഇതായല്ലോ, ഇനി നോക്കാനില്ലല്ലോ, സ്ഥിരമായി കഴിഞ്ഞു. സാറേ അതുപോലെ എനിക്ക് SBIയുടെ ഒരു നല്ല പോളിസികൾ കിട്ടാനും സാറിന്റെ ഒരു അനുഗ്രഹം വേണം. ഏതാ? സ്റ്റേറ്റ് ബാങ്കിൽ SBIയുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് അഡ്വൈസർ ആയിട്ടേ. ബിസിനസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, 2000 രൂപ കൊടുത്താൽ അതുകൊണ്ട് സാറേ വരുന്നുണ്ട്, ഞാൻ അതിനകത്ത് കയറുന്നുണ്ട്, ഇടയ്ക്ക് പെട്ടെന്ന് തുടങ്ങിക്കോ, കയറുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പഠിപ്പിച്ച് കഴിയും പിന്നെ നിങ്ങൾ വരുമ്പോഴേക്കും. ആ ബിസിനസ് മാസ്റ്ററി ഹബ്ബിൽ മെൻറ്റർഷിപ്പ് 2 മന്ത്സിൻ്റെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ മറ്റന്നാൾ ക്ലാസ് തുടങ്ങും. അതിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ലാസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ആ 1, 2, 3 കഴിഞ്ഞത് 60 ദിവസത്തെ ഒറ്റ പ്രോഗ്രാമാണ്. ഇടയിൽ കയറി കഴിഞ്ഞാൽ വഴിയിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ചെറിയ പൈസയല്ലേ ഉള്ളൂ, 2000 രൂപയേ ഉള്ളൂ. ഒരു 60 എന്താ പറയുക 60 ഡേയ്സിൽ. ഓക്കെ, അത് സാറേ ചോദിച്ചു. എനിക്കൊരു പ്രശ്നം, ഈ കസ്റ്റമറോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഒരു വിഷമം വരുന്നുണ്ട്. അതൊരു വലിയ വിഷമമാണ് സാറേ. അത് പറയാൻ ഒരു ബുദ്ധിമുട്ട് പോലെ വരും. ഒക്കെ മാറ്റാൻ പറ്റുമല്ലോ. ഓക്കെ, ഗുഡ് ന്യൂസ് പറഞ്ഞു. ഒരു മിനിറ്റ്, ബിജി ഹരി ഗുഡ് ന്യൂസ് പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞു യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഫീസ് ചോദിക്കുകയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അത് യൂട്യൂബിൻ്റെ ചോയ്സാണ്. യൂട്യൂബ് അറിയണം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് വേണോ എടുത്തോ, ജോയിൻ എന്ന് കാണിക്കുന്നത്. അത് യൂട്യൂബിൻ്റെ ഓപ്ഷനാണ്, ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളാണ്. മെമ്പർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്യം ഉണ്ടാവില്ല. മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല. മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ മെഡിറ്റേഷൻസ് എല്ലാം മെമ്പർഷിപ്പിലായിട്ടിട്ടുള്ളത് കേട്ടോ. യൂട്യൂബ് മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തോളൂ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ പരസ്യം വരും, മെഡിറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെമ്പർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് എല്ലാ മെഡിറ്റേഷനും ഞാൻ മെമ്പർഷിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മിനിയാന്നിട്ട മെഡിറ്റേഷനും മെമ്പർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അത് നിങ്ങൾക്ക് പരസ്യമില്ലാതെ കാണാം. കുറേ ആൾ പരസ്യം വരുന്നു പറഞ്ഞു, പരസ്യമില്ലാതെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അതിൻ്റെ സെറ്റിങ്സാണ്. അപ്പോൾ പിന്നെ അതുപോലെ യൂട്യൂബിൽ കുറേ മെമ്പേഴ്സിന് കുറേ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിയുന്നതും മെമ്പേഴ്സിന് വേണ്ടി മാത്രം ചില കോഴ്സുകൾ തന്നെ 7 സീക്രട്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന സീക്രട്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ യൂട്യൂബിൽ മെമ്പേഴ്സിന് മാത്രമായിട്ട് കൊടുക്കുന്നു, ഫ്രീ. അത് 25 രൂപയെ മറ്റേ ഉള്ളൂ ഒരു മാസത്തേക്ക് അല്ലേ. അത് ഞാൻ ഇപ്പോൾ അതിൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതുവരെ പുറത്ത് ആർക്കും കൊടുത്തിട്ടില്ല ആ കോഴ്സ്. അത് ഞാൻ യൂട്യൂബിൽ മെമ്പേഴ്സിന് ഉള്ളി ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച തന്നെ. ഇപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ബിജി ഹരി പറഞ്ഞോ, പെട്ടെന്ന് സംസാരിച്ചു. ഹലോ സർ, ഗുഡ് ഈവനിങ് സർ. എനിക്ക് 31-ാം തീയതി 2 ലക്ഷം എമർജൻസി ആയിട്ട് വേണമായിരുന്നു. ഞാൻ അസാൾട്ട് ടെക്നിക്ക് ചെയ്ത് എനിക്ക് 31-ാം തീയതി ഉച്ചയായപ്പം എൻ്റെ അക്കൗണ്ടിൽ 2 ലക്ഷം കയറി. ബാങ്കിൽ നിന്ന് വിളിച്ച് ടാക്സും പൊസിഷൻ സർട്ടിഫിക്കറ്റും കൊടുത്താൽ ക്യാഷ് തരാമെന്നും പറഞ്ഞു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചാണെന്നില്ല, വെരി ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ശരി. സാൾട്ട് ടെക്നിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ സാൾട്ട് ടെക്നിക്ക് ഇവിടെ ബാക്കിയുണ്ടെന്ന് എഴുതാൻ മറന്നുപോയി സമയത്ത്. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, ഈ ക്ലാസ് ശരിക്കും ബിസിനസ് മാസ്റ്ററിയുടെ ക്ലാസ്സാണ് കേട്ടോ. ബിസിനസ് ആൾക്കാർക്ക് വേണ്ടി പറയാൻ വിചാരിച്ച കാര്യത്തെ നിങ്ങൾക്കും ബിസിനസ് പേർക്ക് 2 പേർക്കും കൂടി പറയുകയാണ്. അപ്പോൾ ഈ നാളെ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് ബിസിനസ് മാസ്റ്ററി ഹബിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കുക, അതും കൂടി പോവുക. അവിടെയും ഇത്തരം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. കാരണം നമുക്ക് ആ ബിസിനസ് കമ്മ്യൂണിറ്റിയെ കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതീവ ബുദ്ധിശാലികൾ പറയാത്ത ജീവിത രഹസ്യം. ഇതറിയാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ താല്പര്യമുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്കും ബുദ്ധിശാലികളാണോ എങ്കിൽ മാത്രമേ ആ താല്പര്യമുള്ളൂ അല്ലേ. അല്ലാതെ എല്ലാവർക്കും കിട്ടിയിട്ട് കാര്യമുണ്ടോ അല്ലേ? ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരം യെസ് എന്ന് പറഞ്ഞു. ആർക്കൊക്കെ താല്പര്യം ടൈപ്പ് ചെയ്തോളൂ, കമാൺ ടൈപ്പ് ചെയ്തോളൂ. അതീവ ബുദ്ധിശാലികൾ പറയാത്ത ജീവിത രഹസ്യം അറിയാൻ ആഗ്രഹമുള്ളവർ ബുദ്ധിശാലികളായിരിക്കുമോ? അല്ല, അയ്യോ എനിക്ക് ഒരു ഇതുമില്ല എന്ന് പറയുന്നവരായിരിക്കും അല്ലല്ലോ. യെസ്, പോരട്ടെ, ടൈപ്പ് മാറ്റി എഴുതും, ഒരേപോലെ എഴുതും. യെസ്. ആ, അപ്പോൾ
ഈ രഹസ്യം നിങ്ങൾ എല്ലാവരും എനിക്കില്ല, ഈ രഹസ്യം എല്ലാവരും ഇല്ല. 180 ആളിൽ 75 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ ഏത് കാറ്റഗറിയിൽ പെടുത്തണം ഞാൻ? എനിക്കറിയില്ല അല്ലേ. നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കേൾക്കാൻ. ബിസിനസ്സുകാരെല്ലാവരും, ഇവിടെയുള്ളവർ, കച്ചവടം സെയിൽസുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് മേക്കർ അല്ലേ. നിങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? പ്രോഫിറ്റ് മേക്കർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി 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 ഹാപ്പി തിങ്സ്. അല്ല, പ്രോഫിറ്റ് മേക്കേഴ്സായ പ്രോഫിറ്റ് മേക്കേഴ്സ് പറയും, മറ്റെല്ലാവരും ഹാപ്പി ആൻഡ് റെഡിയിലേക്ക് പറയട്ടെ. യെസ് 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 യെസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ലളിതമായ, പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു തത്വത്തെ പറ്റിയിട്ടാണ്. വളരെ ലളിതമായി തന്നെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള, എന്നാൽ വളരെ ലളിതമായ, സാധാരണക്കാർ ചിന്തിക്കാൻ പ്രയാസമുള്ളത് തന്നെ വേറൊന്നുമല്ല, സാധാരണക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല, അപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചിന്തിച്ചാലും അംഗീകരിക്കാത്ത ചില കാര്യങ്ങളാണ് അതിബുദ്ധിശാലികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. നിങ്ങൾ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാവും, പക്ഷെ നമ്മളത് പ്രയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അത്. അവരത് പ്രയോഗിക്കാൻ പ്രത്യേകിച്ച് എഫേർട്ടുകളൊന്നും എടുക്കുന്നില്ല. അവരുടെ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ സ്ഥലത്തും വിജയം സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചവർക്ക് മാത്രമേ ശാശ്വതമായ വിജയം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ബുദ്ധിശാലികളായ ആളുകൾ വിജയിച്ച കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഒരു ഭാഗം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എന്നുള്ള സത്യമാണ്. കാരണം അവർ എങ്ങനെ കഠിനാധ്വാനം ചെയ്തു, എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ അവരുടെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ട, അല്ലെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ വിജയികളാക്കിയ ആ സൂക്ഷ്മമായിട്ടുള്ള രഹസ്യങ്ങളുണ്ടല്ലോ, ആ രഹസ്യങ്ങൾ, അവരാരും പരസ്യമായി പറയാത്ത ചില രഹസ്യങ്ങൾ, എന്നാൽ ഓരോ വിജയത്തിൻ്റെയും പിന്നിലുള്ള ചില ചിന്താരീതികൾ ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ എവിടെയെല്ലാം അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ല എവിടെയൊക്കെ അവർ വിജയിക്കാൻ വെച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ അവരറിയാതെയും അവരിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങളെ അറിയാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു റിയാക്ഷൻ ഇടുക. എന്താണ്? സ്നേഹത്തോടു കൂടി റെഡിയാണെന്നുള്ള റിയാക്ഷനിലോട്. ഇവിടെ റിയാക്ഷനൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ ആവശ്യമാണ്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ റിയാക്ഷൻ ഒന്നും മറക്കണ്ട, ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് പ്രായമായി സാർ, റിയാക്ഷൻ ഒന്നും ഇല്ല എന്നൊന്നും തോന്നരുത്, എപ്പോഴും വേണം. അപ്പോൾ റിയാക്ഷൻ കാണുമ്പോഴാണല്ലോ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് സംഭവിച്ചോട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഈ പ്രസൻസ് ഉണ്ടെന്ന്. പ്രസൻസ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് എന്ന് ഞങ്ങൾ പറയും സാധാരണ രീതിയിൽ. ഈ പറയുന്ന പേരെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് എപ്പോഴും നമ്മൾ ബോധം. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല, എനിക്ക് വ്യൂസ് കിട്ടും, നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പ്രസൻസിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും, അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത് ഞാനൊരു വളരെ കൃത്യമായിട്ട് ഒരു 4-5 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. എനിക്ക് അത്രയും എത്ര കണക്ട് ചെയ്ത് വരുന്നു നോക്കട്ടെ, അത്രയും പറയും. അപ്പോൾ ഇത് നിങ്ങളൊന്നും ജീവിതത്തിൽ കണക്ട് ചെയ്ത് വെക്കണം. ഒന്നാമതായി അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ജീവിതത്തിൽ വിജയിച്ച, അല്ലെങ്കിൽ ഈ ബുദ്ധിശാലികളായ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ ജീവിതത്തെയും പരാജയത്തെയും എപ്പോഴും പുതിയ രീതിയിൽ കാണാൻ പഠിച്ചവരാണ്. എന്താണ്? ജീവിതത്തെയും പരാജയത്തെയും, നിങ്ങളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ജീവിതത്തെയും വിജയത്തെയും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി, അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നവരാണ്. എന്നാൽ അതല്ല, ജീവിതത്തിലെയും പരാജയത്തെയും ഒരുപോലെ കാണാൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? എന്തിനാണ് പരാജയത്തെ പറ്റി ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടോ പരാജയത്തെ പറ്റി കേൾക്കാൻ? നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേരൊന്ന് പറഞ്ഞ് മീ എന്ന് ടൈപ്പ് ചെയ്ത്, പരാജയത്തെ പറ്റിയിട്ട് കേൾക്കാനായിട്ട് മീ എന്ന് ടൈപ്പ് ചെയ്ത്. പരാജയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. ഇല്ലേ? ആരും ഉണ്ടാ? ടൈപ്പ് ചെയ്യില്ല അല്ലേ? പരാജയത്തെ ഇഷ്ടപ്പെടണം, അങ്ങനെ പറയരുത് കേട്ടോ. നെഗറ്റീവായിട്ട് വാക്കൊന്നുമല്ല പരാജയം എന്ന് പറയുന്നത്, അതുകൊണ്ട് പേടിക്കണം. ഒറ്റ മീയേ വന്നുള്ളൂ പരാജയത്തെ പറ്റി പറഞ്ഞപ്പോൾ. ബാക്കി എല്ലാവരും വരട്ടെ,
പറയട്ടെ, ഇതുണ്ടാലേ കാര്യമുള്ളൂ. കാരണം ഇതൊരു അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ ഇതൊരു വലിയ അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പുതിയ കോഴ്സിൽ നമ്മൾ ഈ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കും. അക്സെപ്റ്റൻസ് ഒരു ഹയർ എനർജി പൊസിഷനാണ് കേട്ടോ. അത് ചെറുതായിട്ടില്ല, വലിയ ഹയർ ആയിട്ടുള്ള എനർജി. അതിനെപ്പറ്റിയൊക്കെ മറ്റു രീതിയിൽ പറയാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തെയും പരാജയത്തെയും പുതിയ രീതിയിൽ, അപ്പോൾ ജീവിതം ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള അക്സെപ്റ്റൻസ് ശരിക്കും മനസ്സിലാക്കാവാതെ ജീവിതത്തെയും പരാജയത്തെയും പുതിയ രീതിയിൽ കാണാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ആയി കാണാനും പുതിയ പുതിയ രീതിയിൽ കാണാനും അവർ പരിശ്രമിക്കുക, അവർ പുതിയ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അതേപോലെ ഓരോ പരാജയങ്ങളും അവർക്ക് പുതിയ പുതിയ നാഴികക്കല്ലുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകളുടെ ദിശ മാറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പരാജയം എന്നത് ഒരു തുടക്കം മാത്രമാണെന്ന് ഉൾക്കൊണ്ടവരാണ് ഈ അതീവ ബുദ്ധിശാലികൾ. അതിൻ്റെ ഉദാഹരണം തന്നെ വളരെ സ്പഷ്ടമായി പറയാം. നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച എഡിസന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലവട്ടം കേട്ടതാണ്. ആയിരത്തിലധികം തവണ അദ്ദേഹം ആ സംഭവം, ആ എക്സ്പെരിമെൻ്റ് സക്സസ് ആക്കാൻ പറ്റാതെ പരാജയപ്പെട്ട ഒരാൾ. കഴിഞ്ഞ പ്രാവശ്യം സാർ ഐസക് ന്യൂട്ടൻ്റെ തിയറിയെ പറ്റിയാണ് ഞാൻ വളരെ വിശദമായിട്ടൊന്ന് പഠിക്കേണ്ടത്. നമ്മളെല്ലാവരും കേട്ടത് ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിൻ്റെ അടിയിലിരുന്നപ്പോൾ ഒരു ആപ്പിൾ തലയിൽ വീണു, അപ്പോൾ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. ഇങ്ങനെയൊന്നും അല്ല സിദ്ധാന്തം. അങ്ങനെ സംഭവിച്ച സിദ്ധാന്തമേ അല്ല, അതെല്ലാം വെറൊരു കഥ പോലെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നുമില്ല, കുറേ വർഷങ്ങളിലൂടെ റിലേറ്റിവിറ്റി തിയറിയൊക്കെ പറഞ്ഞ കുറേ പറയേണ്ടി വരും. റിലേറ്റിവിറ്റി തിയറിയൊക്കെ കുറേ പഠിച്ച് അവതരിപ്പിച്ച് അവിടെയൊക്കെ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഐസക് ന്യൂട്ടൻ ഈ ലോ ഓഫ് ഗ്രാവിറ്റിവിറ്റി പ്രസ്താവിച്ചു. ലോ ഓഫ് ഗ്രാവിറ്റിവിറ്റി കണ്ടുപിടിച്ചതല്ല, പ്രസ്താവിച്ചത്. ലോ ഓഫ് ഗ്രാവിറ്റിവിറ്റി മുമ്പ് അവിടെയുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പോൾ അവർ ഓരോ പരാജയങ്ങളെയും തോമസ് എഡിസനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ 1000 തവണ പരാജയപ്പെട്ടിട്ടല്ലേ നിങ്ങൾ ഒരു തവണ വിജയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ലളിതമായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. 1000-ലധികം വഴികളിലൂടെ ഇത് സാധ്യമാവില്ലെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. ഇതാണ് ബുദ്ധിമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും കൃത്യമായി പറയാൻ പറ്റുന്നത് ബുദ്ധിമാനെ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെല്ലാവരും വിജയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഏത് ഗണത്തിൽപ്പെടില്ല? ഈ അതീവ ബുദ്ധിമാൻ എന്ന ഗണത്തിൽ നമ്മൾ പെടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളെല്ലാവരും വിജയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, പരാജയപ്പെടാതെ വിജയിച്ച ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരാജയം, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഒന്ന് പരാജയപ്പെടുമ്പോൾ മാത്രമേ മറ്റൊന്ന് വിജയിക്കുകയുള്ളൂ എന്ന തത്വം അറിയുക. നിങ്ങളൊരു മത്സരം എടുത്താലും, ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് എടുത്താലും, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റെന്തെടുത്താലും ഒരു സ്ഥലത്ത് ഒരാൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ മാത്രമേ മറ്റൊരാൾക്ക് വിജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വിജയത്തിന് യാതൊരു അർത്ഥമില്ല. ഈ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമേ വിജയത്തിന് അർത്ഥമുള്ളൂ എന്നറിയുക. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ വാക്കുകളിലും അത്രയും കൃത്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ബിസിനസ് പീപ്പിൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഒരു പുതിയ ഓരോ വീഴ്ച, അല്ലെങ്കിൽ ഓരോ വീഴ്ചയും നിങ്ങൾക്ക് പുതിയ പാഠവും അവസരങ്ങളും നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക. എന്താണ്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പരാജയം സംഭവിച്ചേക്കാമെന്നറിയാത്ത ഒരാൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങാറില്ല, അല്ലേ? സംഭവിക്കും. പക്ഷേ ഓരോ പുതിയ പദ്ധതി തുടങ്ങുമ്പോഴും അതിൽ തിരിച്ചടി നേരിട്ടേക്കാം എന്ന് മനസ്സിലാക്കി, പക്ഷേ അതിനെ ഭയപ്പെടാതെ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായവർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് എന്ന സത്യം അറിയുക. കാരണം പരാജയങ്ങളുടെ ചാരത്തിൽ നിന്നാണ് യഥാർത്ഥ വിജയങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞത്, അവരാരും അമിത ചിന്തയുള്ളവരായിരുന്നില്ല എന്നുള്ളത്. അമിതമായി, അതായത് അവർ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം ചിന്തിക്കുന്നവരായിരുന്നു എന്നറിയുക.
രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ആരും അമിത ചിന്തകളുള്ളവരല്ല. ഇപ്പോൾ നിങ്ങളോട് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചിന്തകൾ നിങ്ങളോട് നടക്കുന്നു ചോദിച്ചാൽ സാറേ എണ്ണിയാൽ എത്തത്തില്ല അല്ലേ? ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ സച്ചി ഏതോ ലോകത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇത് ഓരോ ആൾക്കാരും ചിന്തകളുടെ ലോകത്തോട് പോകുന്നവരാണ്. ചിന്ത കൂടുതലാണ്, അതാണല്ലോ എൻ്റെ കഴിവ്. ചിന്ത കൂടുതലാണ്. എങ്ങനെ തെറ്റാണ്? ചിന്ത കൂടുതലൊന്നുമില്ല. നമ്മൾ ചിന്തയിലൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിജയിക്കണമെങ്കിൽ ചിന്ത, ബാക്കി വള്ളിയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ചിന്ത എവിടെ കൊണ്ടുവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വള്ളി ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ നിങ്ങളുടെ പ്രശ്നം തീരും. ഇത്രയേ ഉള്ളൂ. അതിനവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കി തിരിച്ചു വെക്കുക. പിന്നെ ഇപ്പോൾ പറയല്ലോ, പിന്നെ ആരൊക്കെ നേതാക്കന്മാരല്ല, ചിന്തയുള്ള കുറേ നേതാക്കന്മാരുണ്ടല്ലോ, അവരെ പറ്റിയൊന്നും ഞാൻ പറയുന്നേ ഇല്ല. ബാക്കിയൊക്കെ നിങ്ങൾ ഫില്ലിങ് ദ ബ്ലാക്സ്. അവരെങ്ങനെയാണ് വാഴക്കുല എടുത്തതെന്നോ വാഴക്കുല എടുത്തില്ലെന്നോ ഒക്കെ കേൾക്കുന്നതൊന്നും എൻ്റെ പരാമർശം. ഇതെല്ലാം ചിന്തയിലെ വിഷയങ്ങളാണ് എന്ന് മാത്രം അറിയുക അല്ലേ? വാഴക്കുല എടുത്തു കൊണ്ടുവച്ചത് ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. വാഴക്കുല കൊണ്ടുവച്ചത് മറ്റൊരു ചിന്തയുടെ വാഴക്കുലയാണ്. PhD നേടിയെടുത്തത് മറ്റൊരു ചിന്തയുടെ ഫലമാണ്. ഇതെല്ലാം ചിന്തയിലൂടെയാണ്. അപ്പോൾ അതിന് വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ കണ്ട് ആവശ്യമുള്ള ചിന്ത മാത്രം കൊണ്ടുവച്ചാൽ ജീവിതം മനോഹരമായി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പോൾ അമിതമായി പോയിന്റ് ഇതാണ്, അമിതമായി ചിന്തിക്കുന്നത് ശരിയല്ല, പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അമിതമായി ചിന്തിക്കുന്നത് വെറും ഒരു ഭാരമാണെന്ന് മനസ്സിലാക്കിയവരാണ് അവർ. നമ്മളിൽ പലരും ഈ കാര്യത്തെക്കുറിച്ച്, ഓരോ കാര്യത്തെപ്പറ്റി എന്താ പറയുക, ഒരുപാട് ചിന്തിച്ച് എല്ലാ വശങ്ങളും പഠിച്ച് അവസാനം എന്ത് സംഭവിക്കും? ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ മുമ്പേയൊക്കെ ഒരു കാര്യം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ്, നാളെ നടക്കാനുള്ള, ഇന്നലെ നടക്കാനുള്ള, അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് അവസാനം സംഭവിക്കും. പറഞ്ഞേ അധികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ അവസാനം സംഭവിക്കുന്ന ടൈപ്പ് ചെയ്തേ എന്ത് സംഭവിക്കും? കുഴിയിൽ വീഴുക തന്നെ ചെയ്യും. യാതൊരു തർക്കമില്ല. അമിതമായി ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ കുഴിയിലെത്തുന്ന കാര്യങ്ങളാണ് എന്ന്. പരാജയം അവിടെ സംഭവിക്കുന്നത്, കുഴി വീഴുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരാരും അങ്ങനെ ചെയ്തവരല്ല. അവസാനം ഒരു കാര്യം നടക്കാൻ, ഇതിനെയാണ് അനലൈസിസ് പാരലൈസിസ് എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. നമ്മൾ ബുദ്ധിശാലികളായ ആൾക്കാർക്ക് പോലും ഇത് സംഭവിക്കാറുണ്ട്. പക്ഷേ പുതിയൊരാശയം മികച്ചതാകുന്നത് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ്. അതുകൊണ്ട് ചിന്തകളെ നിയന്ത്രിച്ച് ധൈര്യപൂർവ്വം പ്രവൃത്തിയിലേക്ക് കടക്കുക. അതിനനുസരിച്ച് ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് വിജയം സംഭവിക്കുന്നത്. അങ്ങനെ മാത്രമേ അവർക്കെല്ലാം വിജയം സംഭവിച്ചിട്ടുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ അമിതമായ ചിന്ത അനാവശ്യമായ കാര്യമാണെന്നറിയുക. മൂന്നാമതായി നിൽക്കുന്നത്, എപ്പോഴും എന്താ പറയുക, ജീവിതം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെതാണ് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിതം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റമില്ലാത്ത ജീവിതം എന്താണ് സംഭവിക്കുക? മാറ്റമില്ലാത്ത ജീവിതം എന്നത് മരണമാണ് എന്നറിഞ്ഞവരാണ്. അപ്പോൾ മാറ്റമില്ലാത്ത ജീവിതം എന്ന് പറയുന്ന സംഭവമേയില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള. ഇത് ബിസിനസ് പരമായി ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സിലെ പുതിയ തന്ത്രങ്ങൾ നാളെ പഴയതായി മാറുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ സംസാരിക്കാൻ പുതിയ പുതിയ രീതികൾ, അല്ലേ? 20 വർഷം മുമ്പ് സംസാരിച്ച രീതിയിൽ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ഒരു വർഷമായിട്ട് എൻ്റെ ക്ലാസ്സിൽ വന്നവർക്ക് ഒരു വർഷം മുമ്പേയുള്ള വിവരങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അതിനേക്കാൾ നിങ്ങൾ ഒരുപാട് കൂടി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സ്വയം ഉയർന്നില്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റാതെയാകും. അപ്പോൾ അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ. അപ്പോൾ മാറ്റമില്ലാത്ത ജീവിതം മരണമാണ് എന്നറിയുക. അവരെല്ലാം ജീവിതത്തിൽ മാറ്റത്തിന് തയ്യാറവരാണ്. അങ്ങനെ മാറ്റപ്പെടുത്തിയപ്പോഴാണ് ജീവിതം മെച്ചപ്പെട്ടത് എന്നറിയാം. അപ്പോൾ ലോകം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഇന്നത്തെ ബിസിനസ് തന്ത്രങ്ങൾ നാളെ ഫലപ്രദമാവില്ല എന്നും അറിഞ്ഞുകൊണ്ട് ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി
അതിനനുസരിച്ച് മാറാൻ തയ്യാറായവർ മാത്രമാണ് ഈ അതീവ ബുദ്ധിശാലികൾ എന്നതറിയുക. അങ്ങനെയാണ് അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് തുടർച്ചയായ ഒരു പ്രക്രിയയാണെന്നും അതൊരു ലക്ഷ്യമല്ല എന്നും മനസ്സിലാക്കി എന്നും ജീവിതത്തിൽ പോകുന്നു. ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ പല കോമ്പറ്റീഷൻ പല സ്ഥലത്തും പറഞ്ഞു, യു ഷുഡ് റീഡ് 10 books in a month, 3 books in a month, become a CEO എന്നൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റുകളുണ്ട്. അതായത് നമുക്ക് ഉയരണമെങ്കിൽ വായന, പഠനം എന്നൊക്കെ വളരെ വളരെ നിത്യന്താപേക്ഷിതമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ വളർച്ചയ്ക്കുള്ള നമ്മൾ പ്രായോഗികമായ തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചവരാണവർ. അവരെല്ലാവരും വളർച്ചയ്ക്കായിട്ടുള്ള ഒരുപാട് പ്രായോഗിക തന്ത്രങ്ങളെ പറ്റിയിട്ടാണ് അവർ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? എങ്ങനെയൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുമെന്നതിനെ പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം അവരെപ്പോഴും ആലോചിച്ച് പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ എങ്ങനെ വളരാമെന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? അധിക സമയത്ത് ആ വീട്ടിലെ കോഴി ഉണ്ടോ ഇല്ലയോ, അവർക്ക് അവിടെ മഴയുണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് സന്തോഷം നൽകുക എന്ന് മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുമല്ലേ. പിന്നെ വേറൊന്നും ഞാൻ പറയണില്ല, മറ്റു കാര്യങ്ങളിലൊക്കെ പോയി ഇപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്നവർ നമ്മളെന്താ ആലോചിക്കുന്നതെന്നറിയോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, സെയിൽസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എനിക്കിന്ന് കിട്ടിയോ, എന്നിട്ട് മറ്റോ എടിയേ നിനക്ക് വല്ലതും കിട്ടിയോ ഇന്ന് ഓർഡർ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല, അവക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പിന്നെ ഞാൻ സന്തോഷവാനായി, എനിക്ക് കുഴപ്പമില്ല, അല്ലേ? നമുക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയില്ലേ, ഓക്കെ. നമുക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയാലോ? പിന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് കിട്ടി. എന്നിപ്പോൾ കച്ചവടക്കാർ കഴിഞ്ഞ പ്രാവശ്യം പറയുണ്ടായി, ഗാർമെൻറ്റ്സ് ബിസിനസ് ചെയ്യുന്ന എന്താ ബ്യൂട്ടി ബിസിനസ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലറിലെ ആൾ ചോദിച്ചു, എടി നിനക്കിന്ന് എത്ര വരുമാനമായി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിന്ന് 6000 രൂപയായി. ആണോ, എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ എന്ന് പറയുന്നത് കേട്ടു ഞാൻ. അപ്പോൾ ഇതുപോലൊരു അവസ്ഥ ആവരുത്. കാരണം ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ വളരെ വളരെ ഇതെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ കുറച്ച് വളർന്ന ആളുകൾ ചോദിച്ചാൽ അവർക്കതൊന്നും വലിയ വിഷയങ്ങളുടെ കാര്യമില്ല. അപ്പോൾ അവരെപ്പോഴും അടുത്ത തന്ത്രത്തെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തത്വങ്ങളെയൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കാം എന്ന് മനസ്സിലാക്കണം. അതായത് ഇത്രയാണ് ശരിയായ നിങ്ങൾ ചെയ്യേണ്ട വളരെ വളരെ സ്പഷ്ടമായി നിങ്ങൾ ചിന്തിക്കാത്ത ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വളരെ 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 ആലോചിച്ചു വേണം നിങ്ങൾ കേൾക്കുക. ബിസിനസ്സിൽ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കൂ, വളർച്ചയ്ക്ക് പ്രായോഗികമായ തന്ത്രം മെനയുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ടത് എന്താണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പ്രായോഗികമായ തന്ത്രം മെനയുമ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ചോദ്യം? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ആവശ്യം? എന്തെങ്കിലും ആവശ്യമല്ല, എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം എന്ന ചോദ്യം നമുക്കുണ്ടാവും. അതായത് ശരിയായ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആരോട് ചോദിക്കുക? മറ്റാരോടും ചോദിക്കുക അല്ല ഈ പറയണത്. അവനവനോട് തന്നെ ശരിയായ ചോദ്യം ചോദിക്കുക. ഇന്ന് ഞാൻ എത്ര രൂപയുടെ ബിസിനസ് നടത്തണം എന്ന് ചോദ്യമാണെങ്കിൽ അത് പൂർണ്ണമല്ല. എന്തിനാണ് ഞാൻ ഇന്ന് ഇത്രയും ബിസിനസ് ചെയ്യുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ ഇത്തരം രൂപയുടെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണെന്ന് നിർവചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കണം. അപ്പോൾ ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ശരിയായ ഉത്തരം കിട്ടുകയുള്ളൂ. ചോദ്യം തെറ്റിയ ഉത്തരം തെറ്റൂലേ? നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നോട് സാറേ എന്നും പറഞ്ഞ് ഒരു 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉത്തരം എന്തായിരിക്കും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരമായിരിക്കും, മറ്റൊന്ന് ഉത്തരമായിരിക്കും, വേറെ എന്തെങ്കിലും പറയും, അല്ലേ? അപ്പോൾ ചോദ്യം ശരിയാണെങ്കിലോ, എനിക്ക് ഇന്ന വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ സ്പോട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്ന് ആർട്ട് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രബന്ധം തന്നെയുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ ശരിയായ ചോദ്യം ചോദിക്കാൻ പഠിച്ചവരാണ് അതീവ ബുദ്ധിശാലികൾ എന്ന് പറയാം. അപ്പോൾ ശരിയായ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നതിനേക്കാൾ ഈ പ്രശ്നം എന്തിനാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുകയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ പ്രശ്നം കണ്ടു, ഓക്കെ ഇതെങ്ങനെ പരിഹരിക്കാം, അതല്ല ശരിയായ വിഷയം. ഇതെങ്ങനെ ഉണ്ടായി എങ്കിൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കസ്റ്റമർ ഒരു ഉൽപ്പന്നം നമ്മളിൽ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം അവിടെയാണ് വരേണ്ടത്. ഒരു നല്ല കേൾവിക്കാരനായി മാറാൻ സാധിക്കാത്തതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽക്കാനുള്ള കാരണമെന്ന്. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ മറ്റു ചുറ്റുപാടുകളിൽ എല്ലാവരെയും
ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലെ ബന്ധുക്കളുടെ എല്ലാം അഭിപ്രായങ്ങൾക്ക് വില നൽകുക. ശരിയായ ചോദ്യങ്ങളുടെ മാത്രമേ ശരിയായ വഴികളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. ഇത് വളരെ കൃത്യമാണ്. ഇനി നമ്മൾ അതേപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ ബലഹീനതകളെല്ലാം അവർ ശക്തികളാക്കി മാറ്റിയിട്ടുണ്ടാവും. നമ്മൾക്ക് ബലഹീനതകളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ടാവും അല്ലേ? എത്ര പേരുണ്ട് ബലഹീനരായ ആൾക്ക്? ബലഹീനത എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ബലഹീനതകളെല്ലാം ശക്തികളാക്കി മാറ്റിയിട്ടുണ്ടാവും ആൾക്കാർ. ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. വിജയിച്ച ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും. അത് ആ വീക്ക്നെസ് തന്നെയായിരിക്കും അവരുടെ ശക്തി. നിങ്ങളെല്ലാവരും നമ്മൾ ഉദാഹരണം ഉണ്ട പക്രു അല്ലെ, എന്താ പേരെന്താണ് ആളുടെ? എനിക്ക് പേര് എത്രയും മറന്നുപോയി. റെസ്പെക്റ്റോട് പറയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആൾക്കാർ അജയനെ ആൾക്കാർ ആരാധിക്കുന്നത് എന്തിനാ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അയാളുടെ ആ ഒരു ശാരീരിക അവസ്ഥയ്ക്കല്ലേ, ശാരീരിക ഭംഗിയല്ലേ? ഭംഗി തന്നെ ഉപയോഗിക്കണം, ഭംഗിക്കല്ലേ? അതും ആലോചിച്ചിട്ട് അയാൾ വീട്ടിലിരുന്നെങ്കിൽ ഇതാവുമായിരുന്നു. ഗിന്നസിൽ എത്താൻ പറ്റും. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഗിന്നസിൽ എത്താൻ പറ്റും. പുള്ളി ആ ഒരൊറ്റ കഴിവുണ്ടല്ലേ ഗിന്നസിലെത്തിയത്. അഭിനയമൊക്കെ വലിയ വിഷയമല്ലേ അല്ലേ? അഭിനയമൊക്കെ ആർക്കും ചെയ്യാം. പക്ഷെ ആ ഒരു ശരീരം വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെ അടുത്തും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നില്ലേ? എന്തൊരു റെസ്പെക്റ്റാണ് ആ മനുഷ്യനെ കാണുമ്പോൾ. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അങ്ങനെയാണ് വിജയിച്ചവർ, എല്ലാവരും അങ്ങനെയാണ്. മോഹൻലാലിനെ എടുത്തു നോക്കും, മമ്മൂട്ടിയെ ചെയ്തു. എന്താണ് അവർ വിജയത്തിൻ്റെ രസം? കൺസിസ്റ്റൻസി. ഒരു തെല്ലും വിടയില്ല. മമ്മൂട്ടിയൊക്കെയാണ് ഭക്ഷണ കാര്യത്തിൽ മറ്റേ ഒരു കോംപ്രമൈസും ചെയ്യില്ല എന്ന് പറഞ്ഞു. മോഹൻലാലൊക്കെ കൃത്യം എന്താണ് യോഗ, മെഡിറ്റേഷൻ, അതുപോലുള്ള എക്സസൈസ് കാര്യങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല. അപ്പോൾ നമുക്കൊക്കെ അസൂയ വരുന്നു. ഇത്രയൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെ നിൽക്കുക, 70 വയസ്സിലേക്ക് നിൽക്കാൻ പറ്റിയല്ലേ? വളരെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യം. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ആളെ അങ്ങനെ എടുത്ത് ഉദാഹരണം പറഞ്ഞു, ലളിതമായി മനസ്സിലാക്കുന്ന ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ബിസിനസ്സുകാരൊക്കെ യൂസഫ് അലി സാറിനൊക്കെ എന്നും നമ്മൾ ആരാധനയോട് കാണുന്ന വ്യക്തിത്വമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ 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 ഹൃദയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. എന്നിട്ട് ആ കുറവുകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനായി ഉപയോഗിക്കാം എന്ന് പഠിക്കണം. അങ്ങനെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അല്ലെങ്കിൽ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുക? അല്ല, എങ്ങനെയാണ് ഒരു ബിസിനസ്സിലൂടെ സക്സസ് ആക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ ബലഹീനതകളെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നും അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ മാത്രമാണ് പറ്റുള്ളൂ എന്നുള്ളതറിയാം. അപ്പോൾ ഇത് വളരെ കൃത്യമായി പ്രായോഗികമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റും നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും നല്ലൊരു ടീം, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ, നല്ലൊരു ടീം നമുക്ക് ആവശ്യമാണ്. എത്ര വലിയ ബുദ്ധിശാലിയാണെങ്കിലും ഒറ്റയ്ക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളോടൊപ്പം കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ടീമിനെ സൃഷ്ടിച്ചെടുക്കണം. അത് വീണ്ടും എഡിസന്റെ തന്നെ ഒരു തിയറി എടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറി കത്തി തകർന്നു പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒന്നുമില്ല, ഫാക്ടറി മാത്രമല്ലേ കത്തിപ്പോയിട്ടുള്ളൂ, എൻ്റെ കൂടെയുള്ളവരാരും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവരെല്ലാം വീണ്ടും അവർക്ക് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് സമാശ്വസിപ്പിച്ച് അദ്ദേഹം വീണ്ടും മാസങ്ങൾ കൊണ്ട് തന്നെ പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നുള്ള കഥ വായിച്ചിട്ടുണ്ട്. കഥയല്ല, ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണെന്നറിയാം. അപ്പം അവരുടെ എല്ലാം അഭിപ്രായങ്ങളെ വില കൊടുത്തുകൊണ്ട് അവരെ വളർത്തുക. അവരുടെ നമ്മുടെ ടീം ശക്തമാണെങ്കിൽ നമ്മുടെ ബിസിനസ് അതിനേക്കാൾ ശക്തമാകുമെന്നറിയുക.
ഒരുമിച്ച് വളരുമ്പോൾ മാത്രമേ വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് അവർ. അതുകൊണ്ട് അവർ ടീം വർക്കിനെ വളരെയധികം എഫേർട്ടോട് എടുത്തവരായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത്തരം രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ബിസിനസ് എന്നത് പറയുന്നത് ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ജീവിതം ഒരു യാത്രയാണെന്ന് പറയുന്ന പോലെ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ യാത്രയിൽ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് സംരംഭകർ, ഒരുപാട് സെയിൽസിൽ വിജയിക്കുന്ന ആൾ, ഒരുപാട് നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന, ഒരാൾ LIC ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരോടൊക്കെ പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം സഹായിക്കാനും ഉള്ള ഒരു സാധ്യത നിങ്ങളെപ്പോഴും ആലോചിക്കണം. അതിനു വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്നവർ ഈ യാത്രയിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി, ബിസിനസ് പീപ്പിൾസിന് വേണ്ടിയും, അതുപോലെ തന്നെ മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞുള്ളൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ അവരവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ബിസിനസ് മാസ്റ്ററി കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കോഴ്സുകൾ നമ്മൾ എടുക്കുന്ന എല്ലാവർക്കും മെൻറ്റർഷിപ്പ് പോലെ ഡെയിലി ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ട് 60 ദിവസത്തെ ഒരു ക്ലാസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിഷ്ഠയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് ബിസിനസ് മാസ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യം വെബിനാറിൽ ഞാൻ കൃത്യമായി പറഞ്ഞത് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു 60 ദിവസത്തേക്ക് 2000 രൂപയാണ്, ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ വാങ്ങിച്ചത്. അത് നിങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അറിയാനും പിടിക്കാനും ഒക്കെ ചെയ്യേണ്ട വേദിയാണ്. അതുപോലെ തന്നെ ഞാൻ കുറേ ഐഡിയകൾ പുതിയ നിങ്ങൾക്ക് അവിടെ പഠിപ്പിച്ചു തരും. പക്ഷേ അതിനേക്കാളും ഐഡിയക്ക് അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് അവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിറാക്കിൾ മോർണിംഗിൻ്റെ 105 ഡേയ്സിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ 85 ദിവസമായിരിക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് തോന്നുന്നത് അത് മറന്നുപോയി എന്ന് തോന്നുന്നു. അപ്പോൾ ആ 85 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി 20 ദിവസം കൂടി അവർ ആ സെഷൻ ഉണ്ട്. പുതിയ സെഷൻസ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. നിത്യജീവിതത്തിൽ ചെയ്യേണ്ട സേവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും ഇവിടെ കണക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറിയും വെച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ രണ്ടും ഒന്നിച്ച് സംസാരിക്കുന്നു, കാരണം ഞാൻ രണ്ടും ഒന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് 95 ഡേയ്സ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വരുമാന മാർഗം കണ്ടെത്തണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണക്ക് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ സ്വയം തൊഴിൽ മേഖലയിൽ 65% സ്ത്രീകളാണ് എന്നുള്ളതാണ് പുതിയ റിസർച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യമായിട്ടൊരു സ്വയം തൊഴിലൊക്കെ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഐഡിയകളൊക്കെ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ അതുപോലുള്ള ആശയങ്ങളൊക്കെ, ബിസിനസ് ആശയങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. അനുഭവ സമ്പന്നരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓരോ മേഖലയിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് വളരാനും പരസ്പരം പിന്തുണ നൽകാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മളവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ താഴെ അഡ്മിൻ്റെ നമ്പറുണ്ട്, അവർ വിളിച്ച് സംസാരിക്കുക. കമ്മ്യൂണിറ്റിയിൽ ഏത് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് സംസാരിക്കുക. എന്നിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. മാത്രം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതീവ ബുദ്ധിശാലികളായ നിങ്ങളോട് ഇന്ന് അറിയിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. നാളെ വൈകുന്നേരം മെഡിറ്റേഷൻ ഉണ്ട്. ബുദ്ധിപരമായിട്ട് തന്നെ മെഡിറ്റേഷൻ പങ്കെടുക്കുക, നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതുപോലെ തന്നെ മറ്റന്നാൾ 9-ാം തീയതി അല്ലേ? മറ്റന്നാൾ 9-ാം തീയതി ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ട്. എല്ലാവരും ഫുൾ മൂൺ മെഡിറ്റേഷൻ പങ്കെടുക്കണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, കോഴിക്കോട് വരാനുള്ളവർ ടിക്കറ്റ് കിട്ടിയില്ലെന്നൊന്നും അവസാനം പറഞ്ഞേക്കരുത്. ടിക്കറ്റ് എടുത്ത് വെച്ചോളുക. ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് വെക്കുക. അവസാനം ഓണം ഉണ്ടെന്ന ഫോട്ടോ ഞങ്ങൾ എന്തായാലും യൂട്യൂബിലിടും, നിങ്ങളെ കൊതിപ്പിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഓണം ഉണ്ണുന്ന സമയത്ത് ഇടില്ല. ഉണ്ട് കഴിഞ്ഞിട്ട് ആ സദ്യ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പോഴേക്കും ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഏമ്പൊക്കെ കിട്ടുന്നുണ്ടാവും. എന്താണെന്നറിയോ? അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തോ ഒരു സാധനം ചേർത്ത് വെക്കൂലേ, അത് വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓണസദ്യ ഓർത്തിട്ടെങ്കിലും കയറി വരിക. അതുപോലെ തന്നെ പൊന്നാട കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. പൊന്നാട ചിലവർക്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണപ്പുടവയും കൊടുക്കുന്നുണ്ട്. അതും കൂടി വാങ്ങിക്കാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് വരിക. നല്ല ശുഭവസ്ത്രധാരികളായിട്ട് നല്ല കുട്ടപ്പന്മാരുമായിട്ട് അങ്ങോട്ട് കയറി വരിക. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. സോ എക്സൈറ്റഡ്
ടു സീ യു ഇൻ കാലിക്കറ്റ്. അവസാനം എന്ന് പറയുന്നത് സാറേ കാലിക്കറ്റ് വരാൻ പറ്റിയില്ല, എപ്പോഴാണ് ഇനി അടുത്ത കാലിക്കറ്റ് വരുന്നത്, അപ്പോൾ കാണാം. അതൊന്നും നാളത്തെ കാര്യമൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പോൾ പറഞ്ഞില്ല കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞു കൊച്ചിയിൽ സാറ് വരികയാണെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറയുന്ന അവസ്ഥ. ഇനി കാലിക്കറ്റ് വരിക വെച്ചാൽ എനിക്ക് ചിലപ്പോൾ വരികയില്ല എന്നും പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ആരും ഈ ചാൻസ് ഈ ഭാഗത്തുള്ളവർ ആരും ഉപയോഗിക്കാതിരിക്കില്ല. കുറേ ദൂരമുള്ളവർ കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ വരാൻ ഉണ്ട്, തിരുവനന്തപുരത്ത് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കാണാം. താങ്ക് യു വെരി മച്ച്. അതിനകത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. റെഡി? താങ്ക് യു സർ. യെസ്, പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അവസാനം മിസ്സാവണ്ടെന്ന് കരുതി. താങ്ക് യു. പിന്നെ പറയാം. വെയിറ്റ്. താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തപ്പോൾ അപ്പ ഒച്ചപ്പാടും പാടും ഉണ്ടാക്കുന്നു. മറ്റെന്തെങ്കിലും സംസാരിക്കാൻ വിട്ടുപോയോ എന്നതുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്തത്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കുക. താങ്ക് യു പറഞ്ഞ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? താങ്ക് യു പിന്നെയും പറയുന്ന സമയമുണ്ട്, കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്യുന്ന കാര്യം പോകുന്ന വഴിക്ക് എന്നിട്ട് ഒരു ഓക്കെ. താങ്ക് യു ഇരിക്കട്ടെ. നിങ്ങൾ താങ്ക് യു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എളുപ്പ വഴിയിടാം. നിങ്ങൾ ഓരോ താങ്ക് യു എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ 25 രൂപ എനിക്ക് എടുത്ത് വെച്ച്, ഒരു താങ്ക് യുന് 25, ഒരു താങ്ക് യുന് 25 എന്ന് വെച്ച് നിങ്ങളങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് 100 താങ്ക് യു ആകുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് അയച്ച്. പക്ഷെ എന്തായിരുന്നല്ലോ കുഴപ്പമില്ല. താങ്ക് യു ഒക്കെ നിങ്ങൾ താഴെ യൂട്യൂബിന് താഴെ പോയി കമൻറ്റ് ചെയ്യുന്നു, അവിടെ കുറച്ച് കമൻറ്റ് ചെയ്യട്ടെ. ഇതിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല, എനിക്കിതൊന്നും കാര്യമില്ല കേട്ടോ. താങ്ക് യു ഒക്കെ പറയണം. പക്ഷെ ഞാൻ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അത് മിസ്സാക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് അപ്പോൾ താങ്ക് യു പറയും. ഓക്കെ ശരി. ഇനി ആർക്കും സംസാരിക്കില്ലല്ലോ, സംസാരിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പിരിയട്ടെ. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവർക്കും താങ്ക് യു.